ശ്രമം അതിനൊരു പ്രഭാഷണത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തരുത് എന്നുള്ളൊരു അപേക്ഷയോടുകൂടി നമുക്ക് നമ്മുടെ സംഭാഷണം തമ്മിൽ സംഭാഷണം ആരംഭിക്കാം. നമുക്കറിയാം, ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്കൊരു വടക്കുനാഥനുണ്ട് അവിടെ. അത് ശിവഭഗവാനാണ്. തൃശ്ശൂർ പൂരത്തിന് സാക്ഷിയായി നിൽക്കുന്ന ശിവഭഗവാൻ. അവിടെ പ്രാർത്ഥിച്ചാണ് ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ ഭാരതം കണ്ട വിശ്വഗുരു ആയിട്ടുള്ള ഹിന്ദുമതത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന മഹാ ആചാര്യന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ശങ്കരാചാര്യരുടെ അച്ഛനമ്മയ്ക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. അവിടുന്ന് ഇവിടെ വരുന്നു. ഇവിടെ മുരുകഭഗവാന്റെ ഒരു ഭക്തനായി വന്ന് ഈ വടക്കുനാഥൻ്റെ മുരുകഭഗവാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭക്തിനെ കുറിച്ചും ആ ഭക്തി എങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് എനിക്ക് സംസാരിക്കാനുള്ള ആഗ്രഹം. നമുക്കെല്ലാവരും, ഇപ്പം നിങ്ങളെല്ലാവരും ഭക്തി ഉള്ള ആൾക്കാരാണ്. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഭക്തി. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹവും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം ഭക്തി എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച അവരുടെ അനുഭവങ്ങളിലൂടെയാണ് അവരുടെ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളൊക്കെ വളർന്നു വരിക. അവർ വളർന്നു വന്ന സിറ്റുവേഷൻ, അവർ പഠിച്ച കാര്യങ്ങൾ, ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്തി വേണമോ വേണ്ടയോ എന്ന് നമ്മളിൽ സ്വാധീനം ചെലുത്തുക. പക്ഷേ ഭാരതത്തിൻ്റെ ഭക്തിക്കൊരു പ്രത്യേകത ഉണ്ട്. അത് നമ്മുടെ ഭാരതീയ ആത്മീയതയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങളെ നിർബന്ധിച്ച് ആരും ഒന്നും ചെയ്യിക്കില്ല. നിങ്ങൾ സ്വയം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ആ കടമ നിങ്ങളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല വഴികളും പറഞ്ഞു തന്ന മഹാത്മാർ സഞ്ചരിച്ച ഒരു ആത്മീയ പാതയാണ് ഭാരതം. അത് ഒരു വഴി മാത്രമല്ല, പല വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് അതിനായിട്ട് പല വഴികളും നമ്മുടെ ഭാരതീയ ആത്മീയ ആചാര്യന്മാർ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. അവരെ നമ്മൾ സിദ്ധന്മാർ, മഹർഷിമാർ എല്ലാം എന്ന് വിളിച്ച് ആദരിക്കുന്നു. ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നു. ഗുരുപരമ്പര ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പരമ്പരയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവർ നമുക്ക് ഒരുക്കി വെച്ച അത്ഭുതകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്നുള്ള ഓരോ ഏടുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസവും അവിശ്വാസവും എല്ലാവർക്കും ആവാം, അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട്, നമ്മുടെ സമൂഹം നമുക്ക് വെക്കുന്ന പ്രലോഭനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതുതലമുറയ്ക്കൊക്കെ വെക്കുന്ന പ്രലോഭനങ്ങൾ അവരെ ഏത് വഴിക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ, തെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും മനഃപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളുമുണ്ട്. അത്തരം ഇടറിച്ചുകളില്ലാതെ അവരെ കൈപിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവർക്ക് വഴികാട്ടികളാവണം. നമ്മൾ വഴികാട്ടികളാവണമെങ്കിൽ നമുക്ക് ഭാരതീയ ആത്മീയത എന്താണെന്ന് നമുക്ക് അത്യാവശ്യം അറിയണം. എങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ ഈ ഭാരതീയ ആത്മീയതയിലൂടെ കൊണ്ടുപോകാനും അവരുടെ ജീവിതത്തിൽ പരിക്കുകൾ പറ്റാതിരിക്കാനും അവരെ തെറ്റായ വഴികളിലേക്ക് ആരും വലിച്ചു കൊണ്ടുപോകാതിരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ തുടക്കം നമ്മളിൽ നിന്നാവണം. ആ നമ്മളിൽ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. നമ്മൾ അമ്പലങ്ങളിൽ പോകും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ പോയി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും. അതെല്ലാം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഴിപാട് കഴിക്കുന്നു. ആ വഴിപാട് കഴിച്ച് അതിൻ്റെ റിസൾട്ടിനായിട്ട് ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ കുറേ പേരുടെ ഭക്തി കഴിയും. പക്ഷെ അത് മാത്രം മതിയോ? അവിടെയാണ് നമ്മൾ വീണ്ടും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളൊരു എൻ്റെ ഒരു അഭ്യർത്ഥന വെക്കുന്നത്. അത് നമ്മുടെ ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാവണം. നമ്മൾ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാവും. നമ്മുടെ മക്കളെ നന്നായാൽ നമുക്ക് നല്ലൊരു സൊസൈറ്റി ഉണ്ടാവും. ആ സൊസൈറ്റിയിൽ കൂടെ രാജ്യത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കാൻ പറ്റും. നമ്മുടെ ദേശീയതയായിട്ട് കണക്ട് ചെയ്യണ ആത്മീയതയാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറ്. കാരണം ദേശീയതയായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു ആത്മീയതയ്ക്കും നിലനിൽപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പൊ നമ്മൾ ദേശീയതയുടെ ഭാഗമാണ്, ഭാരതത്തിന്റെ അഭിമാനിക്കണം. കാരണം ഭാരതത്തിന്റെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നെഞ്ഞും വിരിച്ചു നിൽക്കാവുന്ന ഒരു ശക്തിയുള്ള അപൂർവ തേജസ്സുള്ള ഒരു ആത്മീയതയാണ്. അതിന് അതിൻ്റെതായ പഴക്കമുണ്ട്. നമുക്കറിയാം, സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും ഒക്കെ തകർന്നു പോയ സമയത്തും പിടിച്ചിരുന്ന മഹത്തായ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം, ഭാരതീയ ആത്മീയത. ആ ആത്മീയത കൂടെ നമുക്ക് തകർന്നു പോകാതിരിക്കാൻ നമ്മളെ സഹായിച്ച ഗുരുപരമ്പരകളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ വഴിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരും. ആ ഭാഗമായി തീരുമ്പോൾ ഭാരതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികളെയും നമുക്ക് നമ്മുടെ ആത്മീയതയിലൂടെ അവർ പറഞ്ഞ അറിവുകളിലൂടെ തകർക്കാൻ പറ്റും. കാരണം ഭാരതത്തിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശത്രുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് നേരിട്ടല്ലാതെയും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഭാരതം അതിൻ്റെ ഒരു കാലത്തുണ്ടായിരുന്ന വിശ്വഗുരു എന്ന പൊസിഷനിലേക്ക് തിരിച്ചു വീണ്ടും കയറി വന്ന് ഉയർന്നു വരുമ്പോൾ അതൊരിക്കലും രസിക്കാത്ത വിഭാഗങ്ങൾ നേരിട്ടും അല്ലാതെയും നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ചെറുവിരൽ അനക്കുക എങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഭാരതത്തിന്റെ പൗരൻ എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഗുരുപരമ്പരയുടെ ഭാഗമായി എന്നുള്ള ലെവലിൽ നമുക്ക് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്ര ശത്രുക്കളെ തകർക്കാൻ നമ്മുടെ സേനയ്ക്ക് അതിന് ശക്തി ലഭിക്കാൻ നമ്മൾ അതിനൊരു ഭാഗമാവാൻ നമ്മളും ഭാരതീയ ആത്മീയതയുടെ ഒരു ദേശീയതയുടെ ഭാഗമായിട്ട് മാറണം. എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കണു, ഭാരതത്തിന്റെ ആത്മീയത, ദേശീയത, ഭാരത സൈന്യം എന്നെല്ലാം സംസാരിക്കുമ്പോൾ ഇവിടെ അല്ലാതെ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്? കാരണം ദേവസേനാപതി ഇരിക്കുന്ന മണ്ണാത്. ദേവസേനാപതി ദേവങ്ങളുടെ സേനയുടെ സേനാധിപതി ഇരിക്കുന്ന മണ്ണിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഭാരത സേനയെ കുറിച്ച് സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിന്റെ ഊർജം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാ ദേവന്മാരുടെ അമ്പലങ്ങളെ കുറിച്ച് സംസാരിക്കും. പക്ഷെ മുരുകവാന്റെ അമ്പലങ്ങളുടെ പേരെന്താ? 6 പടവീട്, 6 ആർമി ക്യാമ്പ്. എന്തുകൊണ്ട് അത് പറയുന്നു? നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ നിന്ന് പറയാണ്ട് അദ്ദേഹം ദേവസേനാപതി ആയതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 6 ആർമി ക്യാമ്പിനെയാണ് നമ്മൾ 6 പടവീട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ മുരുകവാനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകതയുണ്ട്. അദ്ദേഹം എല്ലാ അറിവുകളുടെയും അപ്പുറമാണ്. ജ്യോതിഷികൾക്ക് അദ്ദേഹമാണ് ഗുരു, എല്ലാ സിദ്ധന്മാർക്കും അദ്ദേഹമാണ് ഗുരു. അപ്പൊ അറിവുകൾ ശിവഭഗവാന് പോലും, അതായത് ലോകം മുഴുവൻ, യൂണിവേഴ്സൽ മുഴുവൻ പരന്നു കിടക്കുന്ന ആത്മീയ ഊർജത്തിന്റെ ഉറവിടമായ ശിവഭഗവാന് പോലും ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് ഗുരുവായിട്ട് മാറിയ ആളാണ് മുരുകവാൻ. അപ്പൊ അത്രയും അറിവിന്റെ അപ്പുറം കടന്ന അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചറിയാം. 2-3 പ്രത്യേകത. ഒന്ന്, നിശബ്ദമായി അദ്ദേഹത്തിന്റെ ഊർജം കിട്ടാൻ വേണ്ടി, അദ്ദേഹത്തിന് എനർജി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് വിഭാഗം. പക്ഷേ കൂടുതലും കൂട്ടമായി വന്ന ആഘോഷത്തോടു കൂടി വന്ന് അദ്ദേഹത്തിനെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ കാണുക. അദ്ദേഹത്തിന്റെ അമ്പലങ്ങളിൽ ശ്രദ്ധിച്ചറിയാം. ഒരു കൂട്ടമായിട്ടാണ് വരിക. ആ കൂട്ടം വന്ന് കാവടി എടുത്ത് വന്ന് ആഘോഷത്തിൽ വന്ന് മുദ്രാവാക്യം മുഴക്കി വന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. കാരണം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ രീതിയിൽ കാവടി എടുത്ത് വന്ന് ശൂലം കുത്തി ഭയങ്കര, ഞാൻ നേരത്തെ മുദ്രാവാക്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന രീതിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു ദിനത്തിന്റെ തുടർച്ചയാണ്, ഒരു പരമ്പരയുടെ തുടർച്ചയാണ്. ആ ഒരുപാട് വർഷം എന്ന് പറയുമ്പോൾ അത് പോയി നിൽക്കുന്ന ഒരുപാട് യുഗങ്ങൾക്ക് അപ്പുറം, ഒരുപാട് കാലഘട്ടങ്ങൾക്ക് അപ്പുറം അത് പോയി നിൽക്കുന്നത് കുമാരികാണ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ആസ്ട്രേലിയ വരെയും മഡഗാസ്കർ, ആഫ്രിക്ക വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു വലിയൊരു ദ്വീപ്, വലിയൊരു സ്ഥലം, ഉപദ്വീപ്. ആ ഉപദ്വീപിലാണ് തമിഴ് സംസ്കാരം ആദ്യമായിട്ട് ഉത്ഭവിക്കുന്നത്. ആ തമിഴ് ആൾക്കാരുടെ നേതാവായി, അവരുടെ രാജാവായി, അവരുടെ സേനാപതിയായി, അവരുടെ ഗുരുവായി, അവരുടെ ദൈവമായി മാറിയ ആളാണ് മുരുകഭഗവാൻ.
അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഭാഷയാണ് തമിഴ് ഭാഷ. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഭാഷയാണ് തമിഴ് ഭാഷ. അതുകൊണ്ടാണ് ലോകത്തെ ഒരു ദൈവത്തിനെയും ഭാഷയായിട്ട് കണക്ട് ചെയ്യില്ല. വിഷമുരുകവാനെ പറയാ തമിഴ് കടവുൾ മുരുകൻ. ഇപ്പോഴും തമിഴ് ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ തമിഴിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ അവർ പറയും ഞങ്ങളുടെ മുപ്പാട്ടനാണ് മുരുകൻ എന്ന് പറയും. മുപ്പാട്ടൻ എന്ന് പറഞ്ഞ ഫോർ ഫാദർ, ഞങ്ങൾ മുതുമുത്തച്ഛൻ. കാരണം അദ്ദേഹമാണ് ഈ തമിഴ് ഭാഷ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് ഈ തമിഴ് ഭാഷ ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ തമിഴ് ഭാഷയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, എനർജി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷയാണെന്ന്, തമിഴാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി UN പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തമിഴ് ഭാഷ ഉത്ഭവിച്ച കുമാരികാണ്ഡത്തിലെ സേനാപതിയായി രാജാവായിരുന്ന മുരുകഭഗവാൻ, അദ്ദേഹം അവിടെ തലസ്ഥാനം വയ്യാപുരി എന്ന് പറഞ്ഞൊരു തലസ്ഥാനം, അദ്ദേഹത്തിൽ അവിടെ ഇരുന്ന് രാജ്യം ഭരിക്കുന്നു. ആ രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 6 ആറുപട വീട്, അത് ഇന്ന് കാണുന്ന തമിഴ്നാട്ടിലുള്ള ആറുപട വീട് മാത്രമല്ല, കുമാരികാണ്ഡം തകർന്നപ്പോൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നാട് വിട്ടു വന്ന ആൾക്കാർ തമിഴ്നാട്ടിലെത്തിയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ആറുപട വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് മുമ്പ് കുമാരികാണ്ഡത്തിലുള്ള സമയത്ത് അത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ്. ഈ ആറുപട വീട്ടിൽ നിന്നും മുരുകഭവനെ കാണാൻ അവരുടെ സേനകൾ, മുരുകസേന, അദ്ദേഹത്തിന് അവരുടെ ദളപതിയെ കാണാൻ, അവരുടെ സേനാനായകനെ കാണാൻ വേണ്ടി വരുന്ന വരവാണ് ഈ ആഘോഷം. അവർ വരുമ്പോൾ സേനകളാണ്, സേനാനായകന്മാരാണ്. അവരൊരിക്കലും മറ്റേ കഥകളി കളിക്കൊന്നുമല്ല വരിക. അവരവരുടെ വീരത പ്രദർശിപ്പിക്കും. ആ വീരത എങ്ങനെയാണ് അവർ പ്രദർശിപ്പിച്ചിരുന്നത്? കവിളിൽ കുത്തിയും ദേഹത്ത് ശൂലം കുത്തിയും ഞങ്ങൾ വീരത പ്രദർശിപ്പിച്ച് അവരുടെ സേനാനായകരെ കാണാൻ വരുന്നതിൻ്റെ ആഘോഷത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന കാവടി എടുത്തു പോയി മുരുകവാനെ കാണുന്ന ആ ഒരു ആചാരം. അപ്പൊ ആ സേനാനായകനെ കാണാൻ വരുന്ന അവരുടെ സേനകൾ ഞങ്ങളെ ദളപതിയെ കണ്ട് വണങ്ങി തിരിച്ചു പോകുന്നു. അപ്പൊ ആ സേനയ്ക്ക്, വീരബാഹു അടക്കമുള്ള നവവീരരടങ്ങുന്ന ആ മഹാസേനയ്ക്ക് ഞങ്ങൾ എല്ലന്മാർക്ക് മെയ് 1 പഴനിയിൽ ഒരു പൂജ നടത്തി. ഇത് തീരുമാനിച്ചത് 2 മാസം മുമ്പാണ്. അപ്പം മുരുകവാന്റെ ഡയറക്ഷനായിരുന്നു പഴനിയിൽ മെയ് 1 മുരുകസേനയ്ക്ക് ഒരു പൂജ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ പൂജ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പഹൽഗാമില്ല, കാശ്മീരില്ല, പാകിസ്ഥാൻ, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ മെയ് 1 പൂജ ചെയ്യുക, ആ യാഗം ദേവസേനാപതി മുരുകസേനയ്ക്ക് യാഗം നടക്കുന്ന സമയത്ത് ആണ്, അതിന്റെ തലേ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ സേനയ്ക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. മെയ് 1 നമ്മൾ ആ യാഗം നടത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സേന തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ ശത്രുരാജ്യത്തിനെ. ഈ ശത്രുരാജ്യത്തിനെ തകർത്ത് തരിപ്പണാക്കുന്ന സമയത്ത് ഒരുപാട് റീൽസുകളൊക്കെ വന്നു ആ രാജ്യത്തുനിന്ന്, പാകിസ്ഥാനിൽ. അതിലൊക്കെ നമ്മൾ തകർന്ന റീൽസാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇറക്കണതാ. യുദ്ധം അവസാനിച്ചു. ഇപ്പൊ അവിടുന്ന് ഒന്നും മിണ്ടാട്ടില്ല, നമ്മുടെ ആൾക്കാരെ സംസാരിക്കണല്ലോ. അതുവരെ അവര് സംസാരിച്ചിരുന്നു, ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സംസാരിക്കണല്ലോ, നമ്മുടെ നേതാക്കന്മാരെ സംസാരിക്കണല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കുക, തകർത്ത് തരിപ്പണാക്കി കഴിഞ്ഞു. ആ ഇന്ത്യൻ സേനയ്ക്ക്, ആ ഭാരതീയ സേനയ്ക്ക് നമ്മളെങ്ങനെ പിന്തുണ കൊടുക്കാം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയതയെ ആത്മീയതയായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ കടക്കണം. നമ്മളും മുരുകഭഗവാനെ ഇവിടെ ഇരുന്നുകൊണ്ട് ദേവസേനാപതിയായ മുരുകഭഗവാനെ പ്രാർത്ഥിച്ച് മുരുകസേനയുടെ ശക്തി ഇന്ത്യൻ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി, അതിന്റെ ഊർജ്ജം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. അത് നമ്മുടെ ഒരു കടമയാണ്. ആ കടമയുടെ ഒരു ഭാഗമായിട്ടാണ് ഭഗവാന്റെ ഡയറക്ഷനിൽ മെയ് 1 ഞങ്ങൾ പഴനിയിൽ ഈ മഹാഹോമം നടത്തിയത്. അത് തുടങ്ങുമ്പോൾ നമുക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെയാണ് അവസാനിച്ചത്. ഇനി അതൊരു തുടർച്ച വരാൻ പോവാണ്. നമ്മുടെ രാജ്യത്തിനുള്ള ശത്രുക്കളെ തകർക്കാൻ നമ്മുടെ ദേവസേനാപതിയും മുരുകസേനയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അടുത്ത 1 കൊല്ലത്തിനുള്ളിൽ ഇനി ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അവിടെയെല്ലാം ഭാരതത്തിന്റെ വൻ വിജയം കണ്ട് ഭാരതം ലോക ഗുരുവായി സൂപ്പർ പവറായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു കൊല്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥന അത് തീർച്ചയായും അത്യാവശ്യമാണ്. അതിന് തയ്യാറാവുക. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലും
നിങ്ങളുടെ ശരീരം കൊണ്ട് തയ്യാറാവുക. ആ പ്രാർത്ഥന ഒരു കൊല്ലത്തേക്ക് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സമയമാണ് പറയുന്നത്. അടുത്തൊരു കൊല്ലക്കാലം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് മുരുകയുഗം. എന്തുകൊണ്ട് ഭഗവാൻ ഇവിടെ ഇടപെടുന്നു? അവിടെയാണ് മുരുകയുഗം എന്ന് എനിക്ക് തന്ന സബ്ജക്റ്റിന്റെ പ്രസക്തി. എന്താണ് മുരുകയുഗം? നേരത്തെ പറഞ്ഞ കുമാരികാണ്ടായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കാലഘട്ടത്തിലും ഒരു യുഗം ആരംഭിക്കും, കുറെ കഴിഞ്ഞാൽ യുഗം അവസാനിപ്പിക്കും. ഏതിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന പോലെ ഭാരതത്തിന് ഒരാളുടെ ജാതകത്തിൽ ഉണ്ടാവും നല്ല കാലം പൊട്ടകാലം. അതേപോലെ ഓരോ രാജ്യത്തിലും ഉണ്ടാവും നല്ലതും പൊട്ടയും. നമ്മുടെ ഭാരതം സൂപ്പർ പവർ ആയിരുന്നൊരു കാലഘട്ടമുണ്ട്. നമ്മുടെ ഉജ്ജയിൻ 0 ടൈം സോണായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ടൈം, വിക്രമാദിത്യ കാലം, വിക്രമാദിത്യനും പണ്ഡിതരൊക്കെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു സമയം, ആ മൊത്തൊരു സമയം, ആ സമയത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞ് ഭാരതം തകർന്ന് തരിപ്പണമായി. വിദേശ ശക്തികൾ ഇവിടെ ആക്രമണങ്ങൾ തുടങ്ങി. വിദേശ ശക്തികളുടെ കീഴെ നമ്മൾ ഒരുപാട് കാലം ജീവിക്കേണ്ടി വന്നു. ഇപ്പൊ വീണ്ടും തിരിച്ചൊരു വരവാണ്. ആ വരവാണ് മുരുകയുഗം. ആ വരവിന് ഭാരതം വീണ്ടും പഴയ ഭാരതത്തിന്റെ അതിശക്തമായ നിലയിലേക്ക് മാറും. ആ മാറുന്നതിന്റെ തുടക്കം എവിടുന്ന് ആരംഭിച്ചറിയോ? 2013. 2013 മുരുകയുഗത്തിന്റെ ആസ്ട്രൽ ഭൂമിയിലുള്ള ആരംഭം. ആസ്ട്രൽ എർത്ത്. എന്താണ് ആസ്ട്രൽ എർത്ത്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ ചുറ്റും ഒരു ഓറയുണ്ട്. ഈ ഓറേനെ ആസ്ട്രൽ ബോഡി എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ, എന്തെങ്കിലും എഫക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആസ്ട്രൽ ബോഡിയിൽ എഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നല്ല ഹീലേഴ്സൊക്കെ നമ്മുടെ ആസ്ട്രൽ ബോഡി ടച്ച് ചെയ്തിട്ട് ഓരോരുത്തരുടെ അസുഖം മാറ്റും എന്ന് പറയണത്. അപ്പോൾ അതേപോലെ ഭൂമിയിലൊരു ഹിസ്റ്ററി ചേഞ്ച് ആവുമ്പോൾ ആ ഭൂമിക്ക് ചുറ്റുള്ള ആസ്ട്രൽ എർത്തിൽ എഫക്റ്റ് ആയിട്ട് ശേഷമാണ് ഫിസിക്കൽ എർത്തിൽ കറക്റ്റ് എഫക്റ്റ് ആവുള്ളൂ. ഇവിടെ 2013 അത്തരം ഒരു കാര്യം നടന്നു. കാർത്തിക നക്ഷത്രക്കൂട്ടം, പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയും, അവിടെ നിന്നുള്ള എനർജി കൂടുതലായി ഭൂമിയിലേക്ക് വന്നു തുടങ്ങി. അത് ഭൂമിയിലെ ആസ്ട്രൽ എർത്തിൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. അതാണ് മുരുകയുഗത്തിന്റെ ആരംഭം. 2020 ഭൂമിയിൽ അത് ആരംഭിച്ചു മുരുകയുഗം. ഒരു യുഗം മാറി വേറെ യുഗം വരണമെങ്കിൽ എല്ലാം നിശ്ചലമാവണം. സാധാരണ നമ്മുടെ പുരാണങ്ങളൊക്കെ വായിച്ചറിയാം, ഒരു പ്രളയം വരും, പ്രളയത്തിലെല്ലാം നശിക്കും, വീണ്ടും ആരംഭിക്കും, പുതിയ യുഗം ആരംഭിക്കുന്നു. പക്ഷെ ഇവിടെ മിനിമം ലെവലിൽ ഒരു പ്രളയമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഈ യുഗത്തിന്റെ ഉള്ളിലുള്ള കലിയുഗത്തിന്റെ ഉള്ളിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ഈ മുരുകയുഗം. ആ മുരുകയുഗത്തിൽ എല്ലാം നശിച്ചു പോവാണ്ട് എന്നാലൊരു മിനിമം ഇതിൽ നടന്ന്, നമുക്കറിയാം കൊറോണ സമയത്ത് എല്ലാം നിശ്ചലായി, ലോക്ക്ഡൗൺ ആയി, ഒരു സഞ്ചാരം ഉണ്ടായില്ല. ആ ഒരു 0 ടൈം, ആ 0 ടൈമിൽ നിന്ന് ഇതെല്ലാം വീണ്ടും മുരുകയുഗം ആരംഭിച്ചു, പുതിയൊരു എനർജി ആരംഭിച്ചു. ഈ മുരുകയുഗത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാർത്തിക നക്ഷത്രങ്ങളിലെ എനർജി ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഭാരതത്തിന് ആത്മീയത ലോകം മുഴുവൻ പരക്കുന്ന സമയമാണ്. തമിഴ് സംസ്കാരം ലോകം മുഴുവൻ പരക്കുന്ന സമയമാണ്. ഭാരതം അതിൻ്റെ സൂപ്പർ പവറിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ഇതെല്ലാം ഈ സമയത്ത് നടക്കും. അതിൻ്റെ ഭാഗമാവാൻ നമുക്കെല്ലാവർക്കും ഒരു ഭാഗ്യമുണ്ടായി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണണം. കാരണം ഈ സമയത്ത് മുരുകവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് റിസൾട്ടുകൾ കിട്ടും, എനർജി കിട്ടും. ആ കാർത്തിക നക്ഷത്രങ്ങളെ എനർജി കിട്ടാനുള്ള ഒരു ആന്റിനെയാണ് ഓം ശരവണ ഭവായ നമഃ. അത് ദിവസം 9 വട്ടം ഓം ശരവണ ഭവായ നമഃ ജപിക്കുക. ആ എനർജി നിങ്ങൾ റിസീവ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ മുരുകത്തിന്റെ ഭാഗമായി നമ്മൾ ജീവിക്കുന്ന ഭാരതം നിന്ന് വന്ന മഹത്തായ മണ്ണ്, അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒരു ഭാഗമാവുക എന്നുള്ളത് മുരുകൻ ഡ്യൂട്ടിയുടെ ഭാഗമാവുക. നമ്മുടെ ദേവസേനാപതിയുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം എപ്പോഴും നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ കുറ്റം പറയും, അവർ ശരിയല്ല. ഇപ്പം ലഹരികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുകുമ്പോൾ നമ്മൾ അവരെ 2000 കിഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ഇൻവെർട്ടഡ് കോമഡേറ്റർ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ആ പേരുകൾ മുഴുവൻ പറയുന്നില്ല. ആ പേരുകളൊക്കെ ഇട്ട് അവരെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അവരെവിടുന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവേണ്ട. നമ്മളാണ് അവരുടെ വഴികാട്ടികൾ. നമ്മൾ പറയും ഈ നമ്മുടെ സിനിമകൾ
അവരെ വഴി തെറ്റിക്കുന്നു. അവർക്ക് ലഹരി ഉപയോഗം കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരാജകത്വം ഉണ്ടാക്കാനുള്ള സിനിമകൾ ഉണ്ടാക്കുന്നു. ആരുണ്ടാക്കണു? അത് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പ്രായം എത്രയാ? അവരൊന്നും ഈ കുട്ടികളല്ല. അവരൊക്കെ ഈ കുട്ടികളെ വഴി കാണിക്കാൻ വേണ്ടി നിയുക്തമായപ്പെട്ട ആൾക്കാരാ. പക്ഷെ അവർ ചെയ്യണത് എന്താ? അവർക്ക് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി അവരുടേതായ രീതികൾ ചെയ്യും. അപ്പൊ അവരുടെ ഉത്തരവാദിത്വം മറന്ന് നമ്മൾ പൊതുതലമുറയുടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിൻ്റെ വഴികാട്ടികളാവണം. നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ ആത്മീയ പാതയിലൂടെ അവരെ നടത്താൻ കഴിയണം. നമുക്ക് വിശ്വാസമൊന്നുമില്ല, നമുക്കിതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ലഹരി എന്ന കാട്ടാന നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മുരുകയുഗത്തിൽ നിൽക്കുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ റിസൾട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വലിയ പണികളൊന്നുമില്ല. മുരുകനെ പ്രാർത്ഥിക്കുക, ഓം ശരവണഭവായ നമഃ 9 വട്ടം ജപിക്കുക. ഇത്തരം കാര്യങ്ങളിൽ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കേണ്ട കാര്യം, നിർബന്ധം നമ്മുടെ സിസ്റ്റത്തിലില്ല. പക്ഷെ നിങ്ങൾ കണ്ടോളോ, തനിയെ അവരതിലേക്ക് ഒരു മാഗ്നറ്റിൽ ഒരു ഇരുമ്പ് എങ്ങനെ വരുന്നു അതേപോലെ വരണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവിടെയാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത. കൂടുതൽ ആകർഷണം ആൾക്കാർക്ക് മുരുകനിലേക്ക് എത്തിപ്പെടും. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡ്യൂട്ടികൾ ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അപ്പം നമ്മുടെ ശ്രമങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി, അത് നമുക്കതൊരു ഗുണം കിട്ടും. അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മീയത, നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയിട്ടാവാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാവാം, തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനും കൂടിയിട്ടാവണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നേരെ മുരുകയുഗത്തിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടയാളങ്ങളൊക്കെ കിട്ടുമ്പോൾ, നമ്മളതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അതിൻ്റെ ഉയർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും പറയുന്ന മുരുകയുഗത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അതെങ്ങനെ കുമാരികാണ്ഡമായിട്ട് കണക്റ്റായി എന്നുള്ളതാണ്. ഈ മുരുകയുഗത്തിൻ്റെ അടുത്ത കാര്യമാണ് കുമാരികാണ്ഡത്തിൻ്റെ അറിവുകൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. കുമാരികാണ്ഡം എന്നുള്ള ഒരു സമയത്ത് ഉണ്ടായിരുന്ന അത് ബൃഹത്തായ ഒരു ഉപദ്വീപിൽ നിന്ന് മറഞ്ഞുപോയ അറിവുകൾ വീണ്ടും തിരിച്ചു വരും. കാരണം മുരുകയുഗത്തിൽ അതെല്ലാം കണക്റ്റഡാണ്. കുമാരികാണ്ഡ സമയത്താണ് ഒരിക്കൽ മുരുകയുഗം ഉണ്ടായിരുന്നത്. വീണ്ടും മുരുകയുഗം വരുമ്പോൾ അദ്ദേഹത്തിനുള്ള അറിവുകൾ തിരിച്ചു വരും. ഇവിടുന്ന് വിട്ടുപോയ കണ്ണികൾ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, യസീദുകൾ എന്ന് പറഞ്ഞിട്ട് ഇറാഖിലൊരു വിഭാഗമുണ്ട്. ഒരു മയിലിൻ്റെ മുകളിലുള്ള മാലാഖേനാണ് അവർ പൂജിക്കുന്നത്. എങ്ങനെ മരുഭൂമിയിൽ ഒരു മയിലും അതിൻ്റെ മുകളിൽ മാലാഖ വരുന്നു? ഇവിടുന്ന് വിട്ടുപോയ ഒരു കാലത്ത് കുമാരികാണ്ഡ സമയത്ത് വിട്ടുപോയ ഒരു കണ്ണികളുടെ പിൻതലമുറക്കാരാണ്. അവരെല്ലാം തിരിച്ചു വരും. അടുത്ത യാഗത്തിൽ അവരെ കൊണ്ടുവരണം എന്നാണ് എല്ലാമാർക്കും ആഗ്രഹിക്കുന്നത്. ഒരു വട്ടം നമ്മുടെ വോഗർനാഥർ സിദ്ധർ, അദ്ദേഹത്തെ പറയാതെ നമ്മുടെ മുരുകത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹമാണ് പഴനിമലയിലെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നവപാഷാണ വിഗ്രഹമാണ്. 9 വിഷമാണ്. 9 വിഷം പ്രത്യേക അളവിൽ കൂടിച്ചേരുമ്പോൾ അത് ഔഷധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ വെച്ച പഞ്ചാമൃതം കഴിച്ചാലൊക്കെ നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയുന്നത്. അദ്ദേഹം പഴനിമല ഡിസൈൻ ചെയ്തത് വളരെ പ്രത്യേകതയായ രീതിയിലാണ്. കാരണം ആ പഴനിമല അദ്ദേഹം ഡിസൈൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ആ സ്ഥലത്തെ പ്രത്യേകത കണ്ടിട്ടാണ്. അവിടെ പഴനിമലയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇടുംബർമല എന്ന് പറഞ്ഞ മുരുക ഭഗവാന്റെ ശിഷ്യനായ ഏറ്റവും ഫസ്റ്റ് ഭക്തനാണ് ഇടുംബർ. അതിലൊരു കഥയുണ്ട്. ഇടുംബർ അഗസ്ത്യ മഹർഷി ശിഷ്യനായപ്പോൾ ഒരിക്കൽ അഗസ്ത്യ മഹർഷി പറഞ്ഞു, നീ 2 മല എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 മല എടുത്ത് വന്ന് പഴനിയിലെത്തിയപ്പോൾ വയ്യാണ്ടായി അവിടെ മല വെച്ചിട്ട് ഉറങ്ങിയിട്ട് എണീറ്റ് പോകുമ്പോൾ മല എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ഓടി കളിക്കാണ് ഒരു മലയുടെ മുകളിൽ. ആ കുട്ടിയായിട്ട് വഴക്കാവുന്നു, യുദ്ധമാവുന്നു. ആ കുട്ടി ഇദ്ദേഹത്തിനെ കൊല്ലുന്നു. ആ കുട്ടിയാണ് മുരുകവാനായിരുന്നു കുട്ടി. അപ്പോൾ അഗസ്ത്യ മഹർഷി വന്നിട്ട് പറയും, എൻ്റെ ശിഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ മുരുകവാൻ അദ്ദേഹത്തെ ജീവിപ്പിച്ചിട്ട് പറയും, നീ എൻ്റെ ആദ്യത്തെ ഭക്തനാണ്. അതായത് അദ്ദേഹം കഴിഞ്ഞിട്ടാണ് നമ്മൾ 2ാം സ്ഥാനം നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. കാരണം എത്ര ഭക്തനായാലും 2ാം സ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ നീ അടുത്തപടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത മലയിൽ അദ്ദേഹത്തിന് ഇരുത്തും. ഇതൊരു കഥയാണ്. അതുകൊണ്ട് ആ കഥയുടെ പിൻപറ്റിയിട്ടാണ് നമ്മൾ കാവടി, അദ്ദേഹം 2 മല കൊണ്ടുവന്ന പോലെ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ കാവടി എടുത്തിട്ട് മല കയറുക എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനൊരു സയൻസും കൂടി ഉണ്ട് അവിടെ.
നമ്മുടെ പഴനിമല ശിവഗിരിയാണ്, ശക്തിഗിരിയാണ്, ഇപ്പുറത്ത് ശിവഗിരിയാണ്, ശിവശക്തി. അപ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം, 0 പോയിന്റ്, അതും ഉണ്ട് അവിടെ. ഈ 3 പോയിന്റിലൂടെയുള്ള എനർജിയുടെ ഒരു യാത്ര, അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഭോഗനാഥർ സിദ്ധർ അവിടെ ചൊവ്വാഗ്രഹത്തിന് എനർജി പതിക്കുന്ന ഈ സ്ഥലത്ത് മുരുകാന്റെ വിഗ്രഹം, നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിക്കണം. അതിനുശേഷം അദ്ദേഹം ജീവസമാധിയിലേക്ക് പോവാണ്. ഞാൻ പറയുന്നത് ആസ്ട്രൽ ബോഡിയാണ് അദ്ദേഹം. അത് ജീവസമാധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി ഉപേക്ഷിച്ചിട്ട് ആസ്ട്രൽ ബോഡിയിലേക്ക് മാറുകയാണ് ചെയ്യണത്. അതിനാണ് നമ്മൾ ജീവസമാധി എന്ന് പറയുന്നത്. അത്ര ഗുരുക്കന്മാർക്ക് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ആൾക്കാർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും ആസ്ട്രൽ ബോഡിയിൽ ഇരുന്നുകൊണ്ട്. കാരണം അത്രയും പവർഫുള്ളാണ് അവർ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭക്തിയിൽ നമ്മുടെ പവർഫുൾ ആക്കണമെങ്കിൽ നമ്മുടെ ഭക്തി എനർജി കൂട്ടുമ്പോൾ നമ്മുടെ ആസ്ട്രൽ ബോഡി പവർഫുൾ ആവും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ അത് തെളിയിച്ച ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പുലിപ്പാണി സിദ്ധർ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം പൂജിക്കാൻ കൊടുത്തിട്ടാണ് ജീവസമാധിയിലേക്ക് പോകുന്നത്. ഈ പുലിപ്പാണി മഹർഷി വരണതോ ചൈനയിൽ നിന്നാണ്. ഒരുപാട് വട്ടം ചൈനയിലേക്ക് സഞ്ചരിച്ച മഹർഷിയാണ് ഭോഗനാഥ സിദ്ധർ. അദ്ദേഹത്തിന് ഗുരു കാലകിനാഥ സിദ്ധർ അവിടെ സമാധിയായതാണ്. അപ്പോൾ ആ പുലിപ്പാണി സിദ്ധർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരു എനർജി കണക്ഷൻ, എനർജി ത്രൂ ഈ വഴികളിലൊക്കെ ടിബറ്റൻ സൈഡ് കൂടെ യാത്ര ചെയ്ത് നടന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി തിരിച്ചു വരുന്ന ഒരു ടൈമായി തുടങ്ങി. അങ്ങനെ ഒരു ഭക്തിയുടെ, ആത്മീയതയുടെ ഭാരതീയ ആത്മീയത ഒരു കൊടുങ്കാറ്റുമായി ഭാരതം ഉയർന്നു വരുന്ന സമയമാണ് മുരുകയുഗം. ആ യുഗത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റണത്, അതിനു വേണ്ടി പൂജിക്കാൻ പറ്റണത്, അത്രയും കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഏതെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഒരു ഗുണത്തിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ്. നിങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ അമ്പലങ്ങളിൽ വന്നിരിക്കാനും ഇതെല്ലാം ചെയ്യാനും നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത്തരം ഒരു ഒരുപാട് തുടർച്ചകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുരുകഭക്തൻ എന്നുള്ള ലെവലിൽ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെന്ന ലെവലിൽ ഞാൻ ഇവിടെ എത്തി നിങ്ങളോട് ഇത്ര തന്നെ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഈ വിഷയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, സംസാരിക്കാം. കുറച്ചു നേരം കൂടി ഉണ്ട്, നമുക്ക് സംസാരിച്ചിട്ട് ചെയ്യാം. അപ്പം ആ സംസാരത്തിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് റെഡി ആണെങ്കിൽ നമുക്കത് ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 2 ചോദ്യമുണ്ട്. എന്നെ അറിയുന്നവർ, എൻ്റെ ചാനൽ, എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവർ, എൻ്റെ പുസ്തകം കണ്ടിട്ടുള്ളവർ എത്ര പേര് ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈവന്നില്ല. ഒരുപാട് പേരുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണം, സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണമല്ല, സംഭാഷണം കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായും അത് നമുക്ക് അവസാനം തീർച്ചയായും ചെയ്യാം. നമ്മൾ ആദ്യം ഫസ്റ്റ് പഴനിയാണ്ടവർ ഹരോഹര അതുകൊണ്ടാണ് പറയിച്ചത്. നമുക്ക് ശരണഭവ പറയാം, ഏറ്റവും അവസാനം നിർത്തുമ്പോൾ പറയാം. തീർച്ചയായും ചെയ്യാം. കോൾലെസ് മൈക്കുണ്ട്, കൈ ഉയർത്തിയ ജനം അങ്ങോട്ട് കൊണ്ടുവരാം. അദ്ദേഹം ചോദിച്ചത് LMRK എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ്. ഹലോ, എൻ്റെ പേര് സജീവ് എന്നാണ്, ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. LMRK എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ ഒരു സാധകൻ എന്ന നിലയിൽ അങ്ങ് ഈ മുരുക ഭഗവാനെ എങ്ങനെയാണ് നേടിയെടുത്തത്, അത് സാധാരണ രീതിയിലുള്ളവർക്ക് എങ്ങനെ അത് ഉപകാരപ്രദമാക്കും എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. LMRK എന്നുള്ളത് ലയൺ മയൂര റോയൽ കിങ്ഡം, മുരുകവാന്റെ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം, ആ കൂട്ടമായി അതിനൊരു മൂവ്മെന്റ്, ആ ഒരു പ്രസ്ഥാനമാണ് LMRK. അപ്പോൾ ഈ LMRKയിൽ എന്താണ് ഡ്യൂട്ടി, എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ LMRK ആരംഭിച്ചത് 2017 മെയ് 1 പഴനിമലയിൽ വെച്ചിട്ട് ഷഷ്ടി നാളിലാണ് ആരംഭിച്ചത്. മുരുകന് ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടികളിലെ ചെയ്യണതെല്ലാം ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, ഭാരതീയ
ഭാരതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള ഡ്യൂട്ടികളാണ് മുരുകഭഗവാൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടിച്ചേർന്ന ആൾക്കാരും എല്ലാവരും കൂടി ആ ഡ്യൂട്ടികൾ നിർവഹിച്ച് അതിന് ഓരോ ഡ്യൂട്ടിക്ക് ഓരോ റിസൾട്ട് കിട്ടും എന്ന് ഭഗവാൻ പറയുന്നത്. അതേപോലെ തന്നെ റിസൾട്ട് കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. പിന്നെ ഭഗവാൻ ഞാൻ എങ്ങനെ സാധന ചെയ്ത് നേടിയ വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്നും ഇന്നും ഞാൻ പറയില്ല, ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രം അല്ലാണ്ട് ഒരു മന്ത്രം എനിക്കറിയില്ല, ഒരു സംസ്കൃത ശ്ലോകങ്ങളും എനിക്കറിയില്ല. പക്ഷെ ഭഗവാൻ എന്നിലേക്ക് എത്തിച്ചേരുക ചെയ്തത്. ഭഗവാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ അതിനോട് 100% ഞാൻ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ട്. അതിനു വേണ്ടി എത്രത്തോളം കഠിനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു കോംപ്രമൈസ് ഞാൻ ചെയ്തിട്ടില്ല. അതായത് അദ്ദേഹം എന്നെ എന്ത് ഡ്യൂട്ടി ഏൽപ്പിച്ചാലും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും എത്ര തടസ്സങ്ങളുണ്ടായാലും അതൊന്നും വകവയ്ക്കാണ്ട് ആ ദൗത്യം പരിപൂർണ്ണ വിജയത്തിലെത്തിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാവുന്ന ആ കാര്യങ്ങളെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്, അദ്ദേഹത്തിന് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം ഞാൻ 100% സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എൻ്റെ കഴിവല്ല. നമസ്കാരം. അടുത്തതായി താങ്കൾക്ക് ഉള്ള അടുത്ത ചാൻസ് എന്താണെന്നുള്ളതെന്നുള്ളൊന്ന് നിയോഗം എന്താണെന്നൊന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ എന്തെല്ലാം ഡ്യൂട്ടികൾ ചെയ്തു എന്ന് പറയുന്ന ചെറിയൊരു രൂപം പറയണം. 2017 മെയ് 1 നമ്മുടെ ദൗത്യം ആരംഭിക്കുന്നു. ആദ്യത്തെ ഡ്യൂട്ടി 2018 നടക്കുന്നത്. അത് ഇംഗ്ലണ്ടിൽ ഒരു വെയിൽസിൽ മുരുകഭഗവാന്റെ ഒരു സിംഹാസനം പഴനിയിൽ പൂജിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നുള്ളതുകൊണ്ട്. എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചാണ് 0 ടൈം സോണായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ ലോകം സമയം കണക്കാക്കുമ്പോൾ ഗ്രീനിച്ചിൽ നിന്ന് എത്ര മണിക്കൂർ മുമ്പ് എത്ര മണിക്കൂർ പിൻപെന്ന് കാണിക്കുക. അതായത് ഇന്ത്യൻ ടൈം 5.5 മണിക്കൂർ മുമ്പാണ് ഗ്രീനിച്ച് ടൈമിനെക്കാളും. അപ്പോൾ ഗ്രീനിച്ചാണ് 0. പക്ഷേ ഒരു കാലത്ത് ഉജ്ജയിനായിരുന്നു ലോകത്തിന്റെ 0 ടൈം സോൺ. നമ്മൾ പഞ്ചാംഗം ഇപ്പോഴും റെഡി ചെയ്യുന്നത് കണക്കാക്കുന്നത് ഉജ്ജയിലത്തെ ടൈം വെച്ചിട്ടാണ്. ഇന്ത്യൻ ടൈം എല്ലാം ഒരുമിച്ചാന്ന് പറഞ്ഞാൽ 23 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് ഉജ്ജയൻ ടൈം കേരളത്തിലെ സമയമായിട്ട്. പക്ഷെ ഇവിടെ ഇരുന്നാലും പഞ്ചാംഗം ചെയ്യുമ്പോൾ ഉജ്ജയൻ ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് 0 ടൈം സോൺ ആയിട്ട് കണക്കാക്കിയിരുന്നത് ഒരു കാലത്ത്. ലോകത്തിന്റെ ഗുരുവായിരുന്ന പവർഫുൾ ആയിരുന്ന ഒരു സമയത്ത്. ആ സമയത്താണ് കാളിദാസന്റെ കാലം, വിക്രമാദിത്യന്റെ കാലം, നവപണ്ഡിതന്മാരുടെ കാലം. ഇപ്പോ അത് തിരിച്ചു വരണം ഭാരതത്തിലേക്ക്. അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ മാത്രമേ ഭാരതം ലോകത്തിന് ശക്തിയാവുള്ളൂ എന്നത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ നമ്മളെ പ്രതിഷ്ഠ ചെയ്തത്. 2018 ചെയ്തത്. 2023 മധ്യപ്രദേശ് ഗവൺമെന്റ് അവരുടെ നിയമസഭയിൽ അവർ മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കി, ഒരു പ്രമേയം പാസാക്കി. ഗ്രീനിച്ച് ടൈം നിന്ന് മാറ്റി ഉജ്ജയൻ ടൈമിലേക്ക് 0 ടൈം സോൺ കൊണ്ടുവരുന്ന കാര്യം ലോകം തീരുമാനിക്കേണ്ട സമയമായി, നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. നമ്മൾ 2018 ചെയ്ത് അതിനു മുമ്പ് ചെയ്തൊരു കാര്യമായിരുന്നു അത്. കഴിഞ്ഞ കൊല്ലം ഒരു വേദിക് ക്ലോക്ക് നമ്മുടെ ബഹുമാന പ്രധാനമന്ത്രി അവിടെ ഉജ്ജയിനിൽ ഉദ്ഘാടനം ചെയ്തു. അതും 0 ടൈം സോണിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പൊ അത്രയും ഒരു റിസൾട്ടുകൾ നമ്മൾ അതിന് ശേഷം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ സ്വിറ്റ്സർലൻഡിലെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഒരു മുരുകഭഗവാന്റെ. അതും ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു. പറയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു റിപ്പോർട്ട് വന്നു, നമ്മൾ 4ാമത്തെ സാമ്പത്തിക രംഗമായി 2029 ജപ്പാനെ മറികടന്ന് ജർമ്മനീനെ മറികടന്ന് 3ാമത്തെ സ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം രംഗങ്ങൾ. പിന്നെ നമ്മൾ ചെയ്ത് 2022 ചെയ്ത ചോളരാജാക്കന്മാരെ പൂജിച്ചിട്ട് ചോളരാജാക്കന്മാരുടെ കാര്യം ലോകം മുഴുവൻ എത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂജ ചെയ്തു തമിഴ് സംസ്കാരത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിലാണ് നമ്മുടെ പുതിയ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ ഇത്തരം റിസൾട്ടുകളിലൂടെ കടന്നു പോണ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മെയ് 1 ഇന്ത്യൻ മുരുകസേനയ്ക്ക് വേണ്ടി നടത്തുന്ന ഹോമം. ഇനി ഭഗവാനോട് പറഞ്ഞത് ഒരു കൊല്ലം ഒന്നും ചെയ്യണ്ടാണ്, മിണ്ടാണ്ടിരിക്കുക. ഒരു കൊല്ലം ഇനി അദ്ദേഹത്തിന്റെ വിളയാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സമയമാണ്. ഒരുപാട് ശത്രുക്കൾ ഇന്ത്യക്കെതിരെ വരും, മുമ്പിലും പിന്നിലും നിന്നിട്ട്. പക്ഷേ ഒരു കൊല്ലത്തിനുള്ളിൽ അവരെയൊക്കെ തകർത്ത് ദേവസേനാപതി മുരുകഭഗവാൻ ഭാരതസേനയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഭാരതത്തിനെ ലോകത്തിലെ 1ാമതാക്കാം. അതുവരെ നമുക്ക് അദ്ദേഹത്തിനൊപ്പം നിന്ന് പ്രാർത്ഥിക്കാം.
തുറന്ന സംവാദത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തണം. ഓം ശരവണ പ്രഭായെന്നോ. ഞാൻ LMRKയുടെ ഏറ്റവും താഴത്തെ കണ്ണിയിലുള്ള ഒരാളാണ്. ഇതേവരെ ജ്ഞാനപ്പഴം ഉൾപ്പെടെ തുടങ്ങി കുംഭമേളയുടെ പരിപാടിയും ഡിസംബർ 13-ൻ്റെയും മെയ് 1-ൻ്റെയും ഹോമത്തിലും പളനിയിൽ വെച്ച് പങ്കെടുത്താണ്. എൻ്റെ പേര് അനിൽകുമാർ. പുസ്തകത്തിൽ ഉടനീളം സ്വാമിയുടെ അങ്ങയുടെ സംഭാഷണത്തിലും ഈ 4th ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് ഈ 4th ഡയമെൻഷനെ കുറിച്ച് വലിയൊരു ബോധമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 4th ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. നീളം, വീതി, ഉയരം. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്, നമുക്ക് നേരെ നടക്കാം, സൈഡിലേക്ക് നടക്കാം, മുകളിലേക്ക് പോകാം. ഈ 3 ഡയമെൻഷൻ നമ്മുടെ എല്ലാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതെല്ലാം ഉണ്ടാക്കിയിരിക്കണം 3 ഡയമെൻഷനിൽ. ഇതല്ലാത്തൊരു അടുത്തൊരു ഡയമെൻഷനാണ് 4th ഡയമെൻഷൻ. അത് സ്പേസ് ടൈം എന്ന് പറയും. ടൈമായിട്ട് കണക്റ്റഡ് ആണ്. അത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4th ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്കുകളിലും ഇതിനെക്കുറിച്ചിട്ട് ധാരാളം ഉണ്ട്. നമ്മൾ വേറെ ലോകങ്ങൾ, 7-14 ലോകങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഗന്ധർവ ലോകത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ഡയമെൻഷനുകളാണ്. ആ ഗന്ധർവ ലോകത്തു നിന്ന് ആൾക്കാർ വരുന്നു, വേറെ ലോകത്തു നിന്ന് ആൾക്കാർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുമ്പോൾ അത് വേറെ ഡയമെൻഷനിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് കാണാൻ പറ്റാത്തതും. നമുക്കതിനൊക്കെ ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം, ഇപ്പോൾ വയനാട്ടിൽ ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിനു മുമ്പ് എല്ലാ നായ്ക്കളും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മൾ പത്രവാർത്ത വായിച്ചതാണ്. എങ്ങനെ അവർക്ക് സാധിച്ചു? അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്, ഒരു അപകടം നടക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു തരംഗത്തിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണതും പറ്റാത്തതും അവർക്ക് മനസ്സിലാക്കുന്നതായ ഒരു തരംഗം, ഒരു ഊർജം, ഒരു എനർജി ഇവിടെ ഉണ്ട്. നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൂ. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകം വേറെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്, ആ വയനാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. അദ്ദേഹം എല്ലാവരോടും പറയാണ്, എല്ലാവരും ഓടി പൊക്കോട്ടാ, നാളെ ഇവിടെ ഇതുണ്ടാവും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഒരാളും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ അറിവിൽ അതിന് സാധ്യതയില്ല. പക്ഷെ സത്യം അതാണോ? അല്ല. അപ്പം അവിടെയാണ് നമ്മൾ ഈ വേറെ ഡയമെൻഷനുകളും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ഫിസിക്സ്, ഇതെല്ലാം നമുക്ക് 3 ഡയമെൻഷൻ ആയ കാരണം നമുക്ക് എളുപ്പമല്ല, സാധ്യമല്ല അതിനെ ടച്ച് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ ഗുരുക്കന്മാരും സിദ്ധന്മാരൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടച്ച് ചെയ്തു വെച്ചാൽ അതിൻ്റെതായ കഠിനമായ അവരുടെ പ്രയത്നങ്ങളെ കൊണ്ട് അവർക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം കൂടി പറയാം. കുറേ പേർക്കൊക്കെ അറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മുച്ചികുന്ദർ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ചക്രവർത്തി, അദ്ദേഹം നമ്മുടെ പുരാണങ്ങളിലൊക്കെ വരുന്ന ഒരു കഥാപാത്ര. അദ്ദേഹത്തിന് 1-2 കഥകൾ പറയാം. അദ്ദേഹം നമ്മുടെ ഭാഗവതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ യുഗത്തിലും, അത് യുഗങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കുന്ന ആളാണ്, സമയത്തിനപ്പുറം സഞ്ചരിക്കുന്ന ആളാണ്. നമ്മൾ സമയത്തിനപ്പുറം സഞ്ചരിച്ച് കഴിഞ്ഞാൽ പ്രായമാവില്ല, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൈലാസത്തിലെ ശിവഭഗവാനെ പൂജിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ ശിവഭഗവാൻ പറയാണ്, നീ ഭൂമിയിലേക്ക് പോവുക, അവിടെ ഒരു രാജാവാവുക, നിനക്ക് കുറേ ജോലികളുണ്ട് അവിടെ. ഇദ്ദേഹം പറഞ്ഞു, അതിന് താല്പര്യമില്ല, ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ കുറേ പരിപാടികളാണ്, കുറേ ഉത്തരവാദിത്തങ്ങളാണ്, ഇതൊക്കെ ഭഗവാനെ പൂജിച്ചിരുന്നാൽ മതി, എനിക്കിത് മതി എന്ന് പറയുമ്പോൾ പറ്റില്ല, നിന്റെ ദൗത്യം അതല്ല, നീ ചെല്ലണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭൂമിയിലേക്ക് എത്തുകയും ഇവിടെ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ രാജാവുകയും ചെയ്യും. നമ്മളെ ചോള രാജാക്കന്മാരിലെ ആദ്യ ചോളനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നാണ് ചോള രാജവംശം ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജവംശം ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ചോള രാജവംശമാണ്. പക്ഷെ നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ അത് ഉണ്ടാവില്ല. അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്ക് ഭാരതത്തിന്. അപ്പോൾ ആ ചോള രാജവംശത്തിന്റെ ഉത്ഭവം അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ രാജവംശം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മങ്കി ഫേസ് ആട്ടാ, ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് മങ്കി ഫേസാണ്. മുരുകവാന്റെ ഫോട്ടോയിലോ മുരുകവാന്റെ വിഗ്രഹത്തിന്റെ അടുത്തോ മങ്കി ഫേസുള്ള ഒരാളെ കണ്ടാൽ അത് ഹനുമാനല്ല, മുച്ചികുന്ദര ചക്രവർത്തിയാണ്. അത് ശ്രദ്ധിച്ചോളൂ, എവിടെ വെച്ച് കണ്ടാലും അത് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഇദ്ദേഹം ഒരു സമയത്ത് ഇന്ദ്രനൊരു പ്രശ്നം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ സഹായത്തിന് വിളിക്കുകയാണ്, എന്നെ സഹായിക്കണം. ഇദ്ദേഹം ദേവലോകത്ത് എത്തണു, ഇന്ദ്രനെ സഹായിക്കണം.
ആ ശത്രുക്കളൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രനോട് പറയും ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറയും നീ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഭൂമിയിൽ ഇവിടെ കുറച്ച് ദിവസങ്ങളാണ് പോയിട്ടുള്ളൂ, പക്ഷെ അവിടെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇവിടുത്തെ ടൈമും ഭൂമിയിലത്തെ ടൈമും വ്യത്യാസമുണ്ട്. അപ്പൊ നിന്റെ ആൾക്കാർ ആരും ഇല്ല അവിടെ, നീ പോയിട്ട് കാര്യമില്ല പറയുമ്പോൾ ഇദ്ദേഹം ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയിട്ട് ഉറങ്ങാൻ പോകും, പോയി കിടക്കും. അദ്ദേഹത്തിനൊരു ഇതുണ്ട്, അദ്ദേഹം ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും, അടുത്ത യുഗത്തിൽ അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു കഥ നമ്മുടെ പുരാണത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ഇന്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞൊരു സിനിമ. ലോകത്തെ ഏറ്റവും കൂടുതൽ പണം വാരിയ ഒരു സിനിമയാണ്. അത് സയൻസായിട്ട് ബന്ധപ്പെടുത്തിയ, സയൻസ് ഫിക്ഷൻ അല്ല, സയൻസ് ലോ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണത്. അത് കണ്ടിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ ഒന്ന് കൈവന്തിച്ചാൽ വല്ലവരും? ആരും കണ്ടിട്ടില്ല തോന്നുന്നു. പക്ഷെ അത് കാണേണ്ട ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു കഥാപാത്രം ഇതേപോലെ സ്പേസിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ഒരു ഗ്രഹത്തിലെത്തിപ്പെട്ടു. ഗ്രഹത്തിലെത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ച് ഭൂമിയിലേക്ക് സമയം നോക്കുമ്പോൾ അവിടെ അദ്ദേഹം നിന്നത് 7 മിനിറ്റാണ്. പക്ഷെ ഭൂമിയിൽ 21 വർഷം കടന്നുപോയി. അദ്ദേഹത്തിന് മകളൊക്കെ പ്രായമായി, ഇദ്ദേഹത്തിന് പ്രായമായിട്ടില്ല. അത് സയൻസിന്റെ ലോ പ്രകാരം അത് സാധിക്കും, അത് സംഭവിക്കും എന്ന് എഴുതി വെച്ചിട്ടുള്ള അത് വെച്ചിട്ടെടുത്തൊരു സിനിമയാണ് ഇത്. നമ്മുടെ എത്രയോ വർഷം മുമ്പ് നമ്മുടെ പുരാണത്തിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മുമ്പ് ഈ സിനിമ ഇറങ്ങണം മുമ്പോ, ഈ തിയറി പഠിക്കണം മുമ്പോ നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരം എഴുതി വെച്ചിരിക്കുക, പൊട്ടത്തരം പറയണ്ടെന്നാ പറയുള്ളൂ. പക്ഷെ അതൊരു സത്യമാണ്. ആ സത്യത്തിൽ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടൈം എന്നുള്ള ഒരു സങ്കല്പത്തിനെ കൂടുതലും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്പേസിൽ സ്വാധീനം ചെലുത്തുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 4th ഡയമെൻഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ചുരുക്ക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 3rd ഡയമെൻഷന്റെ അപ്പുറം നിൽക്കുന്ന ഒരു ഡയമെൻഷൻ, അത് സ്പേസ് ടൈം എന്നുള്ള കണക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതൊരു വേറൊരു ലോകത്തിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ്. അതാണ് 4th ഡയമെൻഷൻ. ആ 4th ഡയമെൻഷനിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ലോകങ്ങളും കൂടുതൽ അറിവുകളും നമ്മളിൽ തേടി വരും. ഇത്രയാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാവുന്ന മാക്സിമം ഒരു കാര്യം. തുടർന്ന സംഭവത്തിൽ ഇനിയും പങ്കെടുക്കാം. ഏതാണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. അപൂർവ നിമിഷങ്ങളാണ്. ഓക്കെ, പറഞ്ഞോളാം ചേട്ടാ, അത് പറഞ്ഞോളാം. ലൈവ് ബോഡി ആക്ടിവേഷൻ എന്താണ്, ഇനി എപ്പോഴാണുള്ളത്, അതിൽ നമുക്ക് എങ്ങനെ പങ്കെടുക്കാം? LMRKയുടെ കീഴിൽ നടത്തുന്ന ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നമ്മൾ മുരുകവാണി വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്തിലാണ് ചെയ്യുന്നത്. വല്ലലാർ സിദ്ധരെ കുറിച്ച് അറിയുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് കൈബന്ധിച്ച്? ഓക്കെ, താങ്ക് യു. വല്ലലാർ സിദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തമിഴ്നാട്ടിൽ ആദരിക്കുന്ന മഹാസിദ്ധനാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കാട്ടിലും ഒരു 100 കൊല്ലം മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വല്ലലാർ സിദ്ധർ എന്ന് അദ്ദേഹം ഇപ്പോൾ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മഹാസിദ്ധനാണ്. വടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മഠം ഇരിക്കുന്നത്. അദ്ദേഹം ജനിച്ച സ്ഥലം തമിഴ്നാട്ടിൽ തന്നെയാണ്. അദ്ദേഹം മുരുകവാനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. മുരുകവാൻ കണ്ണാടിയിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ടുണ്ട്. ആ കണ്ണാടി ഇപ്പോഴും ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മഠത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തൈപ്പൂയ ദിവസം, ശ്രദ്ധിക്കുക, തൈപ്പൂയ ദിവസം അദ്ദേഹം സമാധിയായത്. ആ സമാധി ആയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആസ്ട്രൽ ബോഡിയിലേക്ക്, ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആസ്ട്രൽ ബോഡിയിലേക്ക് മാറുന്നതാണ് ജീവസമാധി എന്ന് പറയുന്നത്. ഇദ്ദേഹം അപൂർവമായിട്ട് ലോകത്ത് ചെയ്തൊരു ഇദ്ദേഹം ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നേരെ ലൈറ്റിലേക്ക്, പ്രകാശത്തിലേക്ക് മാറിയ ആളാണ്. അങ്ങനെ ഉണ്ടായ സിദ്ധന്മാർ വളരെ അപൂർവമാണ്. അപ്പൊ എനർജി, ജ്യോതി, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നേരെ ജ്യോതി രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് വല്ലലാർ രാമസിംഹ സ്വാമികൾ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തത്വം, ഇദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ഹിന്ദു മിത്തോളജി, ഹിന്ദു ശാസ്ത്രം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതാണ്. അതാണ് ഒരു ബേസാണത്, പുനർജന്മം ബേസാണ്. അത് സത്യമാണ്.
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എന്നെ എക്സാമ്പിൾ എന്നെ പറയാം, ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഒരു കാര്യം കൊണ്ടല്ല ഞാൻ എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം അത്. വേറെ ഏതോ ജന്മത്തിൽ ചെയ്തതിന്റെ ഗുണമാണ് എനിക്ക് ഈ ജന്മത്തിൽ കിട്ടണത്. അപ്പോൾ അതൊരു ക്യാരി ഫോർ ചെയ്യുന്നുണ്ട്. ഓരോ ജന്മത്തിനും അടുത്ത ജന്മത്തിലേക്ക് അത് മാറി മാറി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓരോ ജന്മത്തിൽ, ഒരു ഉദാഹരണത്തിൽ നമ്മൾ ഭൂമിയിൽ ഇവിടെ ജന്മം എടുക്കണം. ഈ ജന്മം എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ. മോക്ഷം എന്നുള്ളത് എന്താണെന്നുള്ളതാണ് അടുത്തത്. മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വിചാരിച്ചാൽ മതി. ഒരു റോ എനർജി, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആത്മാവ് ഒരു പ്യൂരിഫൈ എനർജിയിൽ പോയി മെർജ് ചെയ്യണ യാത്രയാണ് ജീവിതയാത്ര. പ്യൂരിഫൈ എനർജി എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഊർജം, അതാണ് ദൈവം, ഗോഡ്. അപ്പം ഇവിടുന്ന് റോ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആത്മാവ് സഞ്ചരിച്ച് ഈ എനർജിയിൽ പോയി മെർജാവണം. എന്നാൽ മെർജാവണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനുള്ളൂ, ഈ ആത്മാവ് പ്യൂരിഫൈ ആവണം. എന്നാൽ മാത്രമേ ശുദ്ധോർജത്തിൽ ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള യാത്രയാണ് പല ജന്മങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്ന് പ്യൂരിഫൈ ആവാൻ പറ്റും അന്ന് നമുക്കിതിൽ മെർജാവാം. അപ്പം എങ്ങനെ പ്യൂരിഫൈ ആവണം, അതാണ് അടുത്ത ചോദ്യം. അതിനാണ് നമ്മുടെ ഗുരുക്കന്മാർ ഓരോ വഴികൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ വഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്യൂരിഫൈ ആവാം, നിൻ്റെ ആത്മാവിനെ പ്യൂരിഫൈ ആക്കാം. എല്ലാ കർമ്മങ്ങളിൽ നിന്നും മാറി നിന്ന് നമുക്ക് പ്യൂരിഫൈ ഊർജ്ജത്തിലേക്ക്, ദൈവിക ഊർജ്ജത്തിൽ പോയി ചേരാം. അതിനാണ് നമ്മൾ ശിവപാദം പോവുക, വിഷ്ണുപാദം പോവുക എന്നൊക്കെ പറയും, ശിവലോകത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കണ്ടീഷനുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ വഴിക്ക് പോകാൻ. കുറേ പേര് ആ കണ്ടീഷനിലൂടെ സഞ്ചരിക്കും, പ്യൂരിഫൈ ആവും. ചിലപ്പോൾ ഒരു ജന്മത്തിൽ പറ്റില്ല, അടുത്ത ജന്മത്തിലാവും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലാവും പ്യൂരിഫൈ ആയിട്ട് അവിടെ മെർജാവും. അവിടെ ഇത് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഈ ഇവിടുന്ന് പുറപ്പെടണം, ഇവിടെ പ്യൂരിഫൈ ആവണത്. അവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇതിലൊന്നും തയ്യാറാവില്ല. പക്ഷെ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ പറഞ്ഞു, എന്നാൽ ഇന്ന രീതിയിലൊക്കെ കളിച്ചതാണ് ഇതാണ് കളിക്കളത്തിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി കളിക്കളത്തിൽ ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം, അത് നമ്മുടെ സൗകര്യമാണ്. പക്ഷെ ടൈം എത്ര ഉണ്ടാവുള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞാൽ വിസിൽ വീഴും. അപ്പം കളിക്കളത്തിൽ പുറത്ത് പോകണം. ഭംഗിയായിട്ട് കളിച്ചില്ലെങ്കിൽ അടുത്ത ഗ്രൗണ്ടിൽ വീണ്ടും ഓടാം. അപ്പം ഇങ്ങനെ ഓടിയിട്ട് ഇതിങ്ങനെ ഓടി കാര്യങ്ങൾ ചെയ്യാണ്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ ചെന്ന് എത്തിച്ചേരില്ല. ഈ എത്തിച്ചേരാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ നടത്തുന്ന ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലൂടെ കൂടുതൽ യൂണിവേഴ്സ് എനർജി ആയിട്ട് നമ്മുടെ ഭോഗനാഥർ സിദ്ധറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചൈനയിൽ പോയപ്പോൾ അവിടെ ഒരു സ്വട്ടം അവിടുത്തെ ഒരു ജീവൻ, അവിടുത്തെ ഒരു ലൈഫ് എടുത്തിട്ട് അവിടെ ഒരു മതം സ്ഥാപിച്ചു. ആ മതത്തിൻ്റെ പേരാണ് താവോ മതം. ആ താവോ മതത്തിൻ്റെ ഒരു ബുക്ക് എഴുതി അദ്ദേഹം, താവോ തേച്ചി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ജീവിതം എങ്ങനെയാവണം, ഒരു മരത്തിൽ നിന്ന് ഞെട്ടേറ്റ് വീഴുന്ന ഇല പോലെ ആവണം ജീവിതം എന്ന്. നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഒരു മരത്തിൽ നിന്ന് ഇല വീഴുമ്പോൾ അതിനൊരു താളമുണ്ട്, താളക്രമമുണ്ട്. അത് വളരെ മനോഹരമായി താഴ്ത്തു വന്ന് ലാൻഡ് ചെയ്യും. അതേപോലെ ആവണം നമ്മുടെ ജീവിതം എന്ന്. ഇവിടെ അങ്ങനെ ജീവിതം എത്താൻ വേണ്ടി ആ യൂണിവേഴ്സൽ എനർജിയിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. അദ്ദേഹം അത് മുരുകവാണി വള്ളലാർ സിദ്ധരുടെയും അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു സൂക്തം വെച്ചിട്ടാണ്, നമ്മൾ മന്ത്രം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് ഞാൻ എന്നാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, തീർച്ചയായും അറിയിക്കുക. എൻ്റെ പേര് സതീഷ് കുമാർ. തിരുവല്ലായിക്കടുത്ത് കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. LMRKയുടെ പ്രാഥമിക അംഗമാണ്. എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, അങ്ങ് ഈ LMRKയുടെ മുരുക ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ യാത്രകളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരിക്കും. എനിക്കറിയാം, ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് സാധനയിലൂടെ നേടിയെടുത്തേ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഭഗവാൻ എന്നെ തേടി വരികയാണ്. പക്ഷെ ഞാൻ ചെയ്ത ആത്മാർത്ഥത, അദ്ദേഹം എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നോക്കാണ്ട് അതിന് പൂർണ്ണമായി അർപ്പിക്കുക. നമ്മൾ ഏത് ഡ്യൂട്ടി ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാരംഭമായ ഒരു സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യണ്ടെങ്കിലും അത് 100% ആത്മാർത്ഥത്തോട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ടിനോട് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ 100% അതിൽ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ പ്രാർത്ഥിക്കുന്ന ദൈവം, ആ യൂണിവേഴ്സ്, ആ പ്രകൃതി നമുക്ക് അത് കിട്ടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോ കയ്യിലൊരു വാചകമുണ്ട്, നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തീകരിക്കാൻ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അത് തന്നെ ഒരു വേറൊരു രൂപമാണ് നമ്മുടെ ഭാരതീയ തത്വചിന്ത പറയുന്നത്. നിങ്ങൾ
റിസൾട്ട് നിങ്ങളുടെ കയ്യിലല്ല, കർമ്മം മാത്രം നിൻ്റെ കയ്യിലുള്ളൂ. ആ കർമ്മം നീ ചെയ്യുക, പ്രതിഫലം ഞാൻ തന്നോളാം എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഭാരതീയ തത്വചിന്ത പറയുന്നത് അതാണ്. അവിടെ ആ സംഭവം അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയങ്ങൾ കിട്ടുള്ളൂ. അത് ചെയ്താൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. പിന്നെ എന്തെല്ലാം കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ വർണ്ണിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത്രയധികം ഓരോ ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിനുണ്ടായ തിരിച്ചടികളും അതെങ്ങനെ കവർ ചെയ്ത് മുമ്പിലേക്ക് പോകാന്നുള്ളതും അതൊരു വല്ലാത്തൊരു യാത്രയാണ്. അത് ഇവിടെ ഇങ്ങനെ ഇതിൽ പറയണില്ലേ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കുക. അടുത്ത പുസ്തകം എഴുതാൻ നിൽക്കുന്നുണ്ട്, അതിലൂടെയും അറിയിക്കാം. ചോദിച്ചതിന് നന്ദി, താങ്ക് യു. ഒരു ചോദ്യം കൂടി. ഈ പല പ്രഭാഷകരും പല സത്രവേദികളിലും ഒക്കെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, മനുഷ്യജീവിതം ഒരു പാലാഴി മഥനമാണ്, അതിനെ കടഞ്ഞെടുത്താൽ കിട്ടുന്ന അമൃത് വില കൂടിയതാണ്. അത്തരം തത്വങ്ങൾ തന്നെയാണോ നമ്മുടെ ഈ ഇതിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊല്ലാം. അതും ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏതായിട്ട്? പാലാഴി മഥനം അല്ലല്ല, ഏതായിട്ട്? നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആ ഒരു മോട്ടീവ്നെസ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാത്തരം ഏത് പ്രസ്ഥാനത്തിലായാലും അല്ലെ ഏത് മതചിന്തയിലായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെ അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേർന്നാൽ മതി എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെയും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ MP ആയ ആൻഡോ ആൻ്റണി സാറ് ഒരു സത്രവേദിയിൽ അതിനോടനുബന്ധിച്ചൊരു 7 ദിവസത്തെ സപ്താഹ യജ്ഞത്തിൽ വന്നു. അപ്പോൾ എന്നോടായിട്ട് ചോദിച്ചു, വിടോ ഇതെല്ലാം എല്ലാ മതത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒരു തന്നെയല്ലേ, അതിനെ അറിയിക്കാനുള്ള 7 ദിവസമേ ഉള്ളൂ, ഇനി തനിക്ക് ഒരു ദിവസം പോലും ബാക്കിയില്ല, അതുകൊണ്ട് ഇന്ന് ഈ 7 ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതോ അല്ലെ 10 ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതോ ആണ് നമ്മൾക്ക് ഇനി അടുത്ത മിനിറ്റ് ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 7 വർഷമുണ്ട് അല്ലെ 70 വർഷമുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ അടുത്ത 7 മിനിറ്റിനുള്ളിൽ തന്നെ അത് സ്വാംശീകരിച്ചെടുക്കാനായിട്ട് ഈ സത്രവേദികൾ ഉപകരിക്കണമെന്നുള്ളതാണെന്ന് തോന്നുന്നു. ഭഗവാൻ പറയുന്നതാണ്, എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഇതുമായിട്ടൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാക്കി അങ്ങയുടെ കാഴ്ചപ്പാടും ആ നമ്മുടെ അമൃത് എന്നുള്ള അതിൻ്റെ ആ കാഴ്ചപ്പാടും മഹാവിഷ്ണു എങ്ങനെയാണോ എല്ലാവർക്കും വേണ്ടി അമൃത് കടയാനായിട്ട് ആ മഥനം നടത്തിയത്, അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെയൊക്കെ എല്ലാ ദൈവങ്ങളുടെ ഉദ്ദേശം മനുഷ്യരെ ശുദ്ധനാക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കർമ്മവാസനകളെ കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ പയറ് കട്ട് ചെയ്യുന്ന പോലെയോ അല്ലെ ക്യാബേജ് കട്ട് ചെയ്യുന്ന പോലെയോ അല്ലെ വഴുതനങ്ങയോ വെണ്ടയ്ക്കയോ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ദുഷ്ടതകളെയൊക്കെ മറച്ചിട്ട് അല്ലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്മകൾ അവൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയെങ്കിലും ചെയ്യുക, ആർക്കും ദോഷമില്ലാതെ സംസാരിക്കുക, പ്രവർത്തിക്കുക, ശ്രമിച്ചു നോക്കുക. ഇതേ ഉള്ളൂ എനിക്ക് പറയാം. നമ്മുടെ ഭാരതീയ തത്വചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പല വഴികൾ പല കഴിവുകളിലൂടെ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യബോധത്തിൽ ഉണർത്താനും നമ്മൾ എന്തിന് ജനിച്ചു എന്നുള്ളത് കൊണ്ടും നമ്മൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത്, നമ്മൾ ജനിച്ച രാഷ്ട്രത്തിന് എന്ത് ചെയ്യണു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ചാണക്യനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞൻ ചാണക്യനാണ്. ആ ചാണക്യൻ പിറന്നു വീണ മണ്ണാണ് ഭാരതം. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞ തത്വശാസ്ത്രത്തിന് ബന്ധമില്ല. അദ്ദേഹം പറയും, നമ്മുടെ രാഷ്ട്രത്തിന് എന്ത് വേണമോ അത് ചെയ്യുക. ശത്രുക്കളെ കൂട്ടുകൂടണമെങ്കിൽ ശത്രുക്കളോട് കൂട്ടുകൂടുക, ശത്രുരാജ്യത്തിന് ചതിക്കണമെങ്കിൽ ശത്രുരാജ്യത്തെ ചതിക്കുക, യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യുക, സമാധാനം വേണ്ടടുത്ത് സമാധാനം ചെയ്യുക, സന്ധി ചെയ്യേണ്ടടുത്ത് സന്ധി ചെയ്യുക. അതാണ് ആ തത്വശാസ്ത്രത്തിൻ്റെ ബേസ്. അത് രാഷ്ട്രം എന്നുള്ള സങ്കല്പമായിട്ട് യോജിച്ച് ചേരുന്ന ഒരു തത്വശാസ്ത്രമാണ്. അതും ഭാരതീയ തത്വശാസ്ത്രമാണ്. നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രം വേറൊരിതാണ്. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക, നമ്മൾ പ്യൂരിഫൈ ആവുക, വ്യക്തി എന്നുള്ള ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ നേരത്തെ ചാണക്യൻ്റെ പറഞ്ഞപ്പോൾ രാഷ്ട്രം അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇത് വ്യക്തി അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇതെല്ലാം പല രീതിയിലുള്ള നമ്മുടെ മുമ്പിലുള്ള വഴികളാണ്. വ്യക്തി അപ്ഗ്രേഡ് ചെയ്താലും രാഷ്ട്രത്തിന് ഗുണം കിട്ടും, പക്ഷെ രാഷ്ട്രം അപ്ഗ്രേഡ് ചെയ്താൽ എല്ലാ വ്യക്തികൾക്കും ഗുണം കിട്ടും. അപ്പം എൻ്റെ ഇത് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ രാഷ്ട്രം നന്നാവാണ്. രാഷ്ട്രം നന്നായി കഴിഞ്ഞാൽ, രാജ്യം നന്നായി കഴിഞ്ഞാൽ ജനങ്ങൾ നന്നാവും. അത് രാജ്യസമ്പത്തായാൽ ജനങ്ങൾക്ക് സമ്പത്ത് കിട്ടും.
രാജ്യം ഗാംഭീര്യമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആ ഗാംഭീര്യം കിട്ടും. അപ്പൊ രാഷ്ട്രമാണ് എന്നെ സംബന്ധിച്ച് ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പ്രഥമ പരിഗണന. പിന്നെയാണ് വ്യക്തി വരുന്നത്. പക്ഷെ വേറൊരു സ്ഥലത്ത് പറയുമ്പോൾ വ്യക്തിയുടെ പരിഗണനയാണ് കൂടുതൽ പറയുക. അവർ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുക, ബ്രഹ്മതത്വം അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങളെ വ്യക്തിപരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സഹജീവികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതും ഒരു വഴിയാണ്. പക്ഷേ ഈ വഴികളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് വഴി ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ ഇഷ്ടമാണ്. കാരണം എല്ലാവർക്കും എല്ലാ വഴികളിലും പോകാൻ പറ്റണമെന്നില്ല. ഓരോരുത്തർക്കും നമുക്ക് സ്യൂട്ടാവണ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആവണമെന്നില്ല. നമ്മളൊരു കളർ പറഞ്ഞു ഇത് സൂപ്പറാന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് അവൻ പറയും ഒരു കാര്യമില്ലല്ലോ എന്ന് പറയും. ആരും തെറ്റല്ല, അത് ചൂസ് ചെയ്യുന്ന വ്യക്തിയുടെ തീരുമാനമാണ്. അപ്പൊ അതേപോലെ നമ്മുടെ മുമ്പിൽ വേറെ പല മതങ്ങൾക്ക് ഇല്ലാത്തൊരു ഗുണമാണത്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. മറ്റേത് ഏക ലെവലിലാണ് പോകേണ്ടത്. അതിൻ്റെ സ്ട്രിക്ട്നെസ് ഉണ്ടാവും, കാർക്കശ്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതില്ലാണ്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതാണ് ഭാരതീയ സിദ്ധാത്മീയ പരമ്പരയുടെ ഗുണം. അത്രയും വഴികൾ തുറന്നു കിട്ടുമ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിക്കുക ചെയ്യണത്. ഇവിടെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ കുറച്ച് 4 ദിവസമായിട്ടുണ്ട്. ഇത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പടി കയറി നിങ്ങൾ, അതാണ് നിങ്ങളുടെ ഗുണം. ഇന്ന് പോയി അല്ലെങ്കിൽ ഇന്നലെ പോയി മിനിഞ്ഞാന്ന് പോയി അല്ലെങ്കിൽ നാളെ വന്ന ഉടനെ നിങ്ങളെല്ലാം കയറി എത്തില്ല. പക്ഷെ നിങ്ങളൊരു പടി കയറി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിന്ന ആൾക്കാർ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾ നിൽക്കും, നാളെ സംസാരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നിൽക്കും. ഇതിന്ന് നിങ്ങൾക്കൊരു ഉത്തരം എവിടെയെങ്കിലും നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതൊരു ഗുണമാകും. ആ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്നറിയണമെന്നില്ല, ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ ഒരു സംഭവത്തിലാവും നിങ്ങളിത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇത്ര കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലും വേറെ ആൾക്കാരുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരിക്കൽ വിളവ് കിട്ടാവുന്ന ഒരു കാര്യത്തിന് വളമിടുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സ് വേണം. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സുകൾ തുറന്നിടണം. തുറന്നിട്ടാൽ മാത്രമാണ് നമ്മൾ സംസാരങ്ങൾ കുറയ്ക്കുന്നതിനെക്കാട്ടും മറ്റുള്ളവരുടെ സംസാരം കേൾക്കുക. നമുക്കതിന്ന് നമുക്കറിയാത്ത പല കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. വായന, പ്രാർത്ഥന, ഇത്തരം സത്സംഗങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും രാഷ്ട്രത്തിനും വേറെ സമയത്ത് ഗുണമായിട്ട് മാറാം. കാരണം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഒരു തിയറി ഉണ്ട്. അത് തിയറി ഇത്രയുള്ളൂ. ആഫ്രിക്കയിലൊരു പൂമ്പാറ്റം ചെറുതായിട്ടൊന്ന് ചിറകടിച്ചു കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റായിട്ട് വർഷങ്ങൾക്ക് അപ്പുറം യൂറോപ്പിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ വരാം. അല്ലെങ്കിൽ ഏഷ്യയിൽ പൂമ്പാറ്റ ചിറകടിച്ചാൽ ലോകം മുഴുവൻ വരാം. അതെന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രകമ്പനങ്ങൾ നമ്മൾ വിചാരിക്കണമാവില്ല. അതിങ്ങനെ പറന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു സമയത്താണ് അത് ഗുണമായിട്ട് വരാം. അതിൻ്റെ ഒരു തീർ വെച്ചെടുത്തൊരു പടമാണ് കമലഹാസൻ 10 വേഷങ്ങളിൽ അഭിനയിച്ച ദശാവതാരം എന്നുള്ളൊരു സിനിമ. ഈ തീർ വെച്ചിട്ട് എടുത്ത പടമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മൾ ഒന്നും നിസ്സാരമായിട്ട് കാണണ്ട. നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു സംഭവം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഗുണം കിട്ടും. ആ ഗുണം കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സും കാതും തുറന്ന് വെച്ചാൽ മതി. പ്രപഞ്ചം നിങ്ങളിലേക്ക് എനർജികൾ പറഞ്ഞയക്കുന്നുണ്ട്. സ്വീകരിക്കാനുള്ള ആൻറ്റിനെ ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ആൻറ്റിനെയാണ് ഇപ്പോഴത്തെ മുരുകയുഗത്തിൽ ഓം ശരവണ ഭവായ നമഃ. ഇവിടെയാണ് ഈ മുരുകയുഗത്തിൻ്റെ പ്രസക്തി. ഈ മുരുകവാന്റെ നടയിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും സന്തോഷത്തോടു കൂടി പറയുന്നത്, ഇത്രയധികം ആൾക്കാരിലേക്ക് അദ്ദേഹത്തിൻ്റെ എനർജി കടന്നു ചെന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് എത്തി ഭാരതത്തിന് ഗുണകരമായ രീതിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളതിൻ്റെ ഒരു കാരണമാവുകൊണ്ട് ഈ സമൂഹത്തിനും രാജ്യത്തിനും നിങ്ങളും ഒരു ഭാഗമാണ്. നിങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി ഒരു കല്ലെങ്കിലും എടുത്തു വയ്ക്കാൻ ആവണം. അത് ഈ മുരുകത്തിന് ഭാഗമായിട്ട് മാറിയിട്ട് തയ്യാറാവണം. അതുകൊണ്ട് ഞാൻ നമസ്തേ സ്വാമി. ഞങ്ങൾ ഇത്രയും പേര് അമ്മമാരായിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഞാനൊരു മഹാഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്.
അങ്ങയെക്കുറിച്ച് ഞാൻ കാണുന്നുമുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മമാർ ഇപ്പോൾ ഷഷ്ടി നോക്കുന്നുണ്ട്, നാരായണീയത്തിന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൻ്റെ സംസ്കാരം, നമ്മുടെ കേരളത്തിൻ്റെ വടക്കേന്ത്യയിലല്ല, ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോസ് എന്നാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ വളർത്തി മകൻ പോയി വിവാഹം കഴിച്ചു വന്നാൽ പിന്നെ ഈ മാതാവിന് വലിയ ബുദ്ധിമുട്ടാണ്. പിതാവിന് പിന്നെ എന്തെങ്കിലും പോട്ടെ എന്ന് നോക്കാം. അപ്പോഴും ഒരു പുനർജന്മം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ജീവനെ അവരുടെ എഫിഷ്യൻസി അടുത്ത ജന്മത്തിലേക്ക് ഉപയോഗപ്രദമാക്കാൻ ഇപ്പം അങ്ങ് പറഞ്ഞ ശാസ്ത്രവും ചരിത്രവും എന്നെപ്പോലെ ഇച്ചിരി വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് പിടികിട്ടും. സാധാരണ അമ്മമാർക്ക് കൂടെ ആകത്തക്ക വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങയുടെ തോട്ട് വേവ്സിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നീ നേരിട്ട് കാണാൻ ഇത് ഈ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു സ്വാതന്ത്ര്യം ഒരു വീടുകളിലും ഇല്ല. കാര്യം ആയിരക്കണക്കിന് അമ്മമാർ എന്നെയും വന്ന് കാണാറുണ്ട്. വെച്ചാൽ നാരായണീയം വായിക്കാനൊക്കെ എസ്കേപ്പിസമാണ്. നമ്മുടെ ഈ സമാജത്തിൽ ഇത്രയും ദേവാരാധനകളും യജ്ഞങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ പുരുഷന്മാരുടെയോ പല സ്ത്രീകളും ഉണ്ട്, നമ്മുടെ അടുത്ത തലമുറയുടെ മാനസിക അവസ്ഥ മാറിയിട്ടില്ല. 50 കഴിഞ്ഞാൽ മരിക്കാനിട്ടേക്കുക, പിന്നെ വിറക് അന്വേഷിച്ചാൽ മതി. അപ്പോൾ അത് വളരെ മോശമായ ഒരു പുനർജന്മം ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത തലമുറ ഡിപ്രഷനിൽ. അത് നമുക്ക് അങ്ങേക്ക് പറഞ്ഞാൽ അറിയാം. 80 വയസ്സായ ഒരു പാട്ട് പാടുന്ന അവരുടെ ആ കഴിവ് പ്രകടിപ്പിക്കാൻ നടക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ ഷഷ്ടി നോക്കുന്നവരുമാണ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മകനെ പോലെയാണ് ഞങ്ങളുടെ ചങ്കിൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അതൊരു സന്ദേശം അങ്ങ് കൊടുക്കണം, സങ്കല്പം കൊടുക്കണം. ഒരിക്കലും അത് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു വാനപ്രസ്ഥം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഇപ്പോൾ പ്രബോധിപ്പിച്ചിട്ട് നമുക്ക് ഇല്ല. അങ്ങേക്ക് പക്ഷേ തപശക്തി ഉള്ളതുകൊണ്ട് അടുത്ത യുഗത്തിൽ, ഈ മുരുക യുഗത്തിൽ ഈ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഗാർഹിക പീഡനം എന്ന് തന്നെ പറയാം, അത് ഒളിച്ചു വെക്കാനൊക്കില്ല. അതിന് ഒരു പരിഹാരം കണ്ടുപിടിച്ച് തരണം. അതാണ് ഞാൻ അങ്ങയോട് മന്ത്രജപം ചെയ്യിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പവർ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നമ്മുടെ ഗൃഹസ്ഥാശ്രമം അങ്ങ് ആ 2 ആശ്രമത്തിന് വേണ്ടിയിട്ട്, വാനപ്രസ്ഥം സന്യാസത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന ഭഗവാനോട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളെ ദേവതമാരായിട്ട് സങ്കല്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ മതമാണ് ഹിന്ദുമതം. വേറെ എത്ര മതങ്ങളിൽ അത് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശിവനുണ്ടെങ്കിൽ ശക്തി ഉണ്ടായാലേ പൂർണ്ണമാവുള്ളൂ എന്ന് നമ്മൾ വിശ്വാസം. അപ്പം അങ്ങനെയുള്ളൊരു ഭാരതത്തിൽ ആര്യമ്മ ദേവി പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രമുണ്ടായ ഒരു ശങ്കരാചാര്യ ജനിച്ച കേരളത്തിൽ 50 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു സങ്കല്പത്തിനെ തിരുത്തി കുറിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപതി 65 വയസ്സായുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയാവാൻ പറ്റും. ആ മാതൃക അവരുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ അവർക്ക് തയ്യാറാവാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു ഭാഗമാവാൻ ഒരു കല്ലുകൾ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ അതിന് തയ്യാറാവാൻ പറ്റിയിരിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുരുകവാൻ കാക്കാനുണ്ട്. അതിന് തയ്യാറായാൽ മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം പറയുന്നു ഞാൻ ഈ കാര്യത്തിൽ. പിന്നെ 50 വയസ്സിൻ്റെ കാര്യമൊക്കെ പറയണ്ട. കാരണം നമ്മുടെയൊക്കെ പാകിസ്ഥാനെ അടിച്ചു തോൽപ്പിച്ച നരേന്ദ്രമോദിക്ക്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് 72 വയസ്സ്. ആൾ ഇപ്പോഴും ഇനി വാടാ, മറ്റേ ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞതിൽ വാടാന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ അത്രയും വയസ്സൊരു ജസ്റ്റ് എ നമ്പർ, അത്രമാത്രം വിചാരിച്ചാൽ മതി. നമ്മളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇനി ഒരുമിച്ച് ആരംഭിക്കാം. ആ ആരംഭിക്കുന്ന ഭാഗമായിട്ട് ഈ മുരുകയുഗത്തിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഭഗവാന് ദേവസേനാപതിയുടെ മണ്ണിൽ വന്നുകൊണ്ട്. ഹരിയോം. ഞങ്ങൾ 5 പേര് പത്തനാപുരത്തു നിന്ന് വന്നേക്കുന്നത് സാറേ. പിന്നെ ഫോഗർ സിത്തറെ കുറിച്ചും പുഷ്പാണി സിത്തറെ കുറിച്ചും കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് സമയമനുസരിച്ചൊന്ന് പറയണമെന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു. ശരിക്കും രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു. ഭോഗർ സിദ്ധർ, ഭോഗർ നാദർ സിദ്ധർ. അതൊരു നാദർ ട്രഡീഷനിലുള്ള സിദ്ധരാണ്. അദ്ദേഹത്തിന് ഗുരു കാലങ്കി നാദർ സിദ്ധർ. അതായത് നമ്മൾ ഈ നാദർ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ട്രഡീഷൻ ഇന്ത്യയിലുണ്ട്. അവർ അത്ര ആൾക്കാർ കൂടുതൽ ഇരുന്നത് കൊണ്ടാണ് അത്ര സ്ഥലങ്ങൾ പശുപതിനാഥ്, ബദ്രിനാഥ്, കേദർനാഥ്,
ഗോരഖനാഥ് എന്നൊക്കെ പറഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ പേര് വരാൻ കാരണം ഇത്ര ആൾക്കാർ കൂടുതലിരിക്കുന്ന സ്ഥലങ്ങളുകൊണ്ടാണ്. നമ്മുടെ ആ നാദട്ടൻ ഇതിലുള്ള ഒരാളാണ് ഗോരഖനാഥ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ള ഒരാളാണ് നമ്മുടെ UP മുഖ്യമന്ത്രി ആദിത്യനാഥ്. അപ്പോൾ ഒരു നാദർ ട്രഡീഷനിൽ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് ഭോഗർനാഥർ സിദ്ധർ. ഈ സിദ്ധന്മാരും മഹർഷിമാരും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മഹർഷിമാർ കൂടുതലും മെഡിറ്റേഷനും ഗുരുകുലം ആ സമ്പ്രദായത്തിന് പോയപ്പോൾ സിദ്ധന്മാർ സമൂഹത്തിലിറങ്ങി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ സയൻസ്, ആൽക്കമിസ്റ്റ് ആയിരുന്നു, സയൻസ് ആയിരുന്നു, ഔഷധങ്ങൾ, സിദ്ധ ഔഷധമൊക്കെ അവിടുന്ന് വന്നിട്ടുള്ളതാണ്. അത്ര എല്ലാ കാര്യങ്ങളും കൂടി യോജിപ്പിച്ച് സമൂഹത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് സിദ്ധന്മാർ. അതാണ് മഹർഷിമാരുടെ വ്യത്യാസം. ഈ ഭോഗർനാഥ സിദ്ധന് പ്രത്യേകിച്ചൊരു ഒരു ഇതുണ്ട്. പല ആൾക്കാരും നമുക്കറിയാം, പല അറിവുകളും നമ്മുടെ നാട്ടിൽ നിന്ന് മിസ്സാവാൻ കാരണം എന്താ? നാട്ടറിവുകൾ. ഒരു ഗുരു ഉണ്ടാവും, ഗുരുക്ക് കുറേ ശിഷ്യന്മാരുണ്ടാവും. പ്രധാന അറിവ് ഗുരു ആർക്കും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് പോകില്ല. ഗുരു മരിക്കണോട് കൂടിയിട്ട് അറിവ് നഷ്ടപ്പെടും. അതേസമയം ഇംഗ്ലീഷ് മെഡിസിൻ എന്താ ചെയ്തത്? അവരെല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് അത് വളർന്നു. അത് ഗുണവും ദോഷമുണ്ട്. കാരണം ഇംഗ്ലീഷ് മെഡിസിൻ അത് വളർന്നപ്പോൾ അതിൽ തെറ്റായ ആൾക്കാരിലെത്തിയിട്ടുണ്ട്, അതിൻ്റെ മാഫിയകളുടെ കയ്യിലെത്തിയിട്ടുണ്ട്, അവരത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ശാസ്ത്രം വളർന്നു. ഇപ്പോഴത്തെ തെറ്റായ ആൾക്കാരുടെ ആരിലെത്തിയില്ല, പക്ഷെ ആ ശാസ്ത്രം വളർന്നില്ല, തകർന്നു പോയി. ഭോഗർനാഥർ സിദ്ധർ എല്ലാവർക്കും എല്ലാ അറിവുകളും കൊടുക്കണം എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരുപാട് വട്ടം ചൈനയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ചൈനീസ് കെമിക്കൽ കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ വിഗ്രഹത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മുരുകാൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മഹത്തായ ശാസ്ത്രം. പിന്നെ ചൈനീസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, താവോ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുലിപ്പാണി സിദ്ധരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പുലിപ്പാണി സിദ്ധർ ചൈനയിൽ അദ്ദേഹത്തിന് കൂടെ വന്ന സിദ്ധരാണ്. നമ്മുടെ ഈ നവപാഷാണ വിഗ്രഹത്തിന് പ്രത്യേകതയുണ്ട്. വേനൽക്കാലത്ത് വയർക്കും. ഒരു മനുഷ്യ ശരീരം എങ്ങനെ ഇരിക്കണം അതേപോലെയാണ് നവപാഷാണ ശരീരം. അത് പൂജാരിമാരോട് ചോദിച്ചറിയാം. ഗുരുക്കൾ വരുന്നുണ്ട്, മെയിൻ ഗുരുക്കൾ വരുന്നില്ല 2 ദിവസം കഴിഞ്ഞാൽ, അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. ഒരു മനുഷ്യ ശരീരത്തെ തുടർന്ന പോലെയൊരു ഫീലിംഗ് ആണ് ആ വിഗ്രഹത്തിൽ ടച്ച് ചെയ്തുണ്ടാവുക. ആ വിഗ്രഹം വേനൽക്കാലത്ത് ചൂടാവും, ഭയങ്കരമായിട്ട് വയർക്കും. ഈ സമയത്ത് മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിൽ വയർക്കുമല്ലാണ്. അപ്പോൾ പുലിപ്പാണി സിദ്ധർ എന്താ ചെയ്തത് വെച്ചാൽ, പുലിപ്പുറത്ത് കയറി കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തീർത്ഥം കൊണ്ടുവന്ന് ഈ അഭിഷേകം ചെയ്യും ഈ വേനൽക്കാലത്ത്. കൊടുമുടി അന്ന് ഇപ്പം ശരിക്കും വെച്ചാൽ കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലം കാവേരി നദിയുള്ള സ്ഥലമാണ്. 90 കിലോമീറ്റർ ഉണ്ട് പഴനിയിൽ നിന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഷോർട്ട് കട്ടിന് അറിയുണ്ടാവാം. അദ്ദേഹം പോയിട്ട് ദിവസം പോയിട്ട് വന്ന് തീർത്ഥം, അത് പുലിയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടാണ് പുലിപ്പാണി സിദ്ധറിന് പേര് വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് അഭിഷേകം ചെയ്യും. ഇന്നും നിങ്ങൾ പഴനിയിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ പங்குനി ഉത്രം ഉത്സവം എന്ന് പറഞ്ഞ ഉത്സവമുണ്ട്. നമ്മുടെ ആൾക്കാർ കൊടുമുടിയിലേക്ക് നടന്നു പോവും, ബസ്സിൽ പോവും, സ്കൂട്ടറിൽ പോയിട്ട് തീർത്ഥം കൊണ്ടുവന്ന് ഒരു കൂട്ടമായി വന്നിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ഇന്നും അത് തുടരുന്നുണ്ട്. ഈ സമയം മാർച്ച്, ഏപ്രിൽ, മെയ് മാസ സമയങ്ങളിലാണുള്ളത്. അപ്പോൾ ആ പുലിപ്പാണി സിദ്ധരുടെ പരമ്പരയും ഇപ്പോൾ പഴനിയിലുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അത് ഈ സിദ്ധന്മാരൊക്കെ പലരും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പര ഇപ്പോൾ പഴനിമലയുടെ അടിവാരത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് രഹസ്യങ്ങൾ, ഭോഗർസിദ്ധർ കൊടുത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന മഹാസിദ്ധരാണ്. ഇതാണ് അത്. ഇത്തരം ഒരു സിദ്ധന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം ഇത് പറയാം, അവരുടെ കഥകൾ പറയുകയാണെങ്കിൽ. എന്തായാലും പുലിപ്പാണി സിദ്ധരെയും ഭോഗർസിദ്ധരെയും കുറിച്ച് പറയാനുള്ളത്, ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇതാണ്. സമയാവസാനമായിട്ട് ഒരു കാര്യം, ഇവിടെ ഞങ്ങളുടെ സത്ര വിചാരങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്വാധീനിച്ചതും തത്വമയി ചാനലിൽ സംവിധാനം കൊടുത്ത പ്രൊമോ വീഡിയോയിൽ ഞങ്ങൾക്ക് ആവേശം പകർന്ന ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. എല്ലന്മാർക്ക് നയിക്കുന്ന, ദേശീയ തലത്തിൽ നയിക്കുന്ന മുരുക ഊർജ പ്രവാഹത്തിന്, കേരളത്തിലെ മുരുക ഊർജ പ്രവാഹത്തിന് തുടക്കം കുറിക്കാൻ തുമ്പമണ്ണിലെ ഈ സത്രത്തിന് സാധിക്കുമെന്നൊരു സെൻറ്റൻസ് ഞങ്ങളുടെ സത്രസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ നിമിഷങ്ങളായിരുന്നു. ആ ഒരു വൈബ് പിന്നീട് ഉണ്ടായത് ഞങ്ങളുടെ മനസ്സുകളിൽ തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. ഇവിടെ എൻ്റെ ഉപദേശമാണ്, ഇപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ കൊടിയിറക്കമാണ്. സാധാരണ സപ്താഹങ്ങളിൽ കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും ഉയർത്തുക. ഈ കൊടി ഇറക്കി കഴിയുമ്പോഴും തുടർന്നുള്ള ഈ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് ഈ വടക്കനാഥ ക്ഷേത്രത്തിനും സത്രസമിതിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഒന്ന് വിശദീകരിച്ച് തന്നാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലമ്മേർക്കയുടെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു വഴി കാണിച്ച് തന്നാൽ, കേരളത്തിലെ മുഴുവൻ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന 1ാമത് സ്കന്ദപുരാണ മഹാസത്രം
വരും വർഷങ്ങളിൽ മറ്റ് പല ക്ഷേത്രങ്ങളിലോട്ടും വ്യാപിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമപ്പെടുത്തി വലിയൊരു മാസ്റ്റർ പ്ലാനിലോട്ട് പോകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ കൊടിയിറക്കിന് ശേഷം അടുത്ത ദിവസം മുതൽ തന്നെ വീണ്ടും ഇതിൻ്റെ തിരി കെട്ടു പോകാതെ ഉണർവിലോട്ട് പോകാനുള്ള ഒരു ഉപദേശം 8 കരകളെ പ്രതിദാനം ചെയ്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ചോദിക്കുകയാണ്. താങ്ക് യു. എല്ലന്മാർക്ക് മുരുക ഡ്യൂട്ടി ആരംഭിക്കുമ്പോൾ എൻ്റെ കൂടെ അന്ന് ഞങ്ങൾ മെയ് 1 പഴനിയിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. മെയ് 1, 2017 ആരംഭിക്കുന്ന മുമ്പ് 12 കൊല്ലം എൻ്റെ യാത്രയുണ്ടായിരുന്നു, ഒറ്റയ്ക്ക്, ആരുമില്ലാണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളെ വെച്ചിട്ടുള്ള കാടുകളും മലകളും കുന്നുകളും മരുഭൂമികളും പർവ്വതങ്ങളൊക്കെ താണ്ടിയിട്ടുള്ള ഒരു മഹത്തായ യാത്ര, പല രാജ്യങ്ങളിലേക്കും നീണ്ടുന്ന യാത്ര. ആ യാത്രയുടെയൊക്കെ അകത്തുകയായിട്ട് ഭഗവാൻ ഡയറക്ഷനിൽ 2017 ആരംഭിക്കുന്നത്. അന്നൊരു 60 പേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അത് ആരംഭിക്കുന്ന ദിവസം. പിന്നെ ഓരോ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ എൻ്റെ തോളോട് തോൾ ചേർന്ന് ഈ മുരുകവാൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാനും ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു. കാരണം എടുത്തു പറയാവുന്ന ഒരു അറിവോ കഴിവോ ഒന്നും എനിക്കില്ല. എനിക്ക് കുറേ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഡ്യൂട്ടി നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാവുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളൂ. ഒരു ഗിമ്മിക്കുകളും ഒരു മാജിക്കും ഞാൻ ചെയ്യണില്ല. പക്ഷെ ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ എൻ്റെ കൂടെ നിന്ന് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങളും തയ്യാർ എന്ന് പറഞ്ഞ് തോളോട് ചേർന്ന് വന്ന് അതിഗംഭീരമായി അത് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് എല്ലന്മാർക്കുള്ള ഒരു പരിപാടിക്ക് വന്ന എല്ലാ ആൾക്കാരും പിരിഞ്ഞു പോകുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളുടെ കോർഡിനേഷൻ സൂപ്പർ, അത് ഗംഭീരം. നിങ്ങൾ എന്താ പറയുക, ഈ അടുത്ത് വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു സായിബാബ ട്രസ്റ്റ് ചെയ്യണ പോലെയാണ് നിങ്ങൾ ചെയ്യണത്. സായിബാബ ട്രസ്റ്റ് എന്നൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ട്രസ്റ്റാണ്. അവരൊക്കെ ചെയ്യണ പോലെ ചെയ്യുന്ന ലെവലിലേക്ക് എല്ലന്മാർക്കിടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം അംഗങ്ങളും അവരുടെ മെമ്പർമാരും ഉയർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഊർജം, എനർജി വർക്ക് ചെയ്യണത് കൊണ്ടാണ്. ആ ഊർജത്തിൻ്റെ ഉറവിടം മുരുകവാനാണ്, ദേവസേനാപതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് എല്ലന്മാർക്കിടെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് ഓരോ ഡ്യൂട്ടികളും ചെയ്തു പോകാൻ, എല്ലാ തടസ്സങ്ങളും മാറ്റി തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയി വരുന്നവരെല്ലാവരും, പങ്കെടുത്തവർ വരുന്നവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നത്. ആ ഊർജ പ്രവാഹത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സപ്താഹങ്ങളും പൂജകളും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുമ്പമണ്ണിൽ നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ഉദ്ദേശശുദ്ധി. അവിടെ എനിക്ക് പറയാനുള്ള ഉപദേശം, നിങ്ങളുടെ കൂടെ മുരുകവാണ്ട്, ഒന്നും നോക്കണ്ട, മുന്നോട്ട് പോവുക. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ നയിക്കാനുണ്ട്. അദ്ദേഹത്തിനെ വിശ്വസിക്കുക, അദ്ദേഹത്തിനെ മാത്രം വിശ്വസിക്കുക. എല്ലന്മാർക്ക് പ്രസ്ഥാനവും നിങ്ങളുടെ കൂടെയുണ്ട്. അതിഗംഭീരമാവട്ടെ അടുത്തടുത്ത പ്രോഗ്രാംസും. എല്ലാ കൊല്ലവും നിങ്ങൾക്ക് അതിഗംഭീരമായിട്ട് ഇനി ഒരുപാട് ജനങ്ങൾ വന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായി, പ്രോഗ്രാമായിട്ട് ഇത് മാറട്ടെ. അതിന് നിങ്ങൾ തയ്യാറാവുക, മനസ്സ് വെച്ച് തയ്യാറാവുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാവും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊടുക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള അപ്പുറമായിരിക്കും. അത് നിങ്ങൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കുക. ആ ഫീൽ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിൽ തയ്യാറാവുക. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നമുക്കൊരുമിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഒരാൾ കൂടിയുണ്ട്. എൻ്റെ പേര് സുരേന്ദ്രകുമാർ. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ശ്രീരാജ് സാറ് പറഞ്ഞതിൽ നിന്ന് അത് കേട്ടോണ്ടാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് പറയണമെന്ന് തോന്നിയത്. അതിനുശേഷം സ്വാമിയും താങ്കളും പറഞ്ഞതും അതിനോട് അനുബന്ധമായിട്ടുള്ളതാണ്. ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന അത്രയും ജനങ്ങൾക്ക് ഇത്രയും സമയം ഇതുപോലുള്ള ഒരു പ്രഭാഷണം കേട്ടപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ പല ചിന്തകളും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് ഇനി നയിക്കേണ്ടത്, ഏത് ഉപദേശത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ ഓരോരുത്തരും ഈ മുരുക യുഗത്തിൽ ആ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പം, അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമ്പം എല്ലാവരിലും തീർച്ചയായിട്ടും ഒരാഗ്രഹം ഉണ്ടാവും, എൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു വ്യത്യാസം അവരിൽ ഉണ്ടാവണമെന്നുള്ളത്. നമുക്ക് അനുമാനിക്കാം, അല്ലെ ആഗ്രഹിക്കാം എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടും
ഇവിടെ കൂട്ടി അദ്ദേഹത്തെ കേട്ട എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും എഗെയിൻ ഒരു ആഗ്രഹം ഉണ്ടാവും, വീണ്ടും ഒന്നുകൂടി താങ്കളെ കേൾക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ഏതെങ്കിലും ഒരു ദിവസം 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ 6 മാസത്തിനുള്ളിലോ എപ്പോഴാണോ മുരുകഭഗവാൻ അനുഗ്രഹിക്കുന്നത് അന്ന് ഇവിടുത്തെ ഈ സംഘാടകരുടെയും ഈ മുരുകഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി താങ്കളെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലൊരു പരിപാടി നടത്താനുള്ള എല്ലാ ചെലവുകളും വഹിച്ച് ഞാൻ അതിന് തയ്യാറാവും. അപ്പോൾ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അവർ അന്ന് വരേക്ക് അടുത്ത കാണുന്ന ദിവസം വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതോട് അന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. സന്തോഷം, താങ്ക് യു. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വരാനുള്ള ഫസ്റ്റ് കോള് എനിക്ക് തത്വമയുടെ രാജേഷ് ചേട്ടൻ എന്നാണ്. തത്വമയാണ് ലൈവ് ചെയ്തത്. രാജേഷ് ചേട്ടൻ എൻ്റെ സുഹൃത്താണ്. സനോജ് ഇവിടെ വന്നിട്ടുണ്ട്, സ്നേഹം. അപ്പോൾ രാജേഷ് ചേട്ടനാണ് പറഞ്ഞത് എൻ്റെ നാട്ടിലുള്ള സ്ഥലമാണ്, പോകണം, അവർ വിളിക്കും. അത് കഴിഞ്ഞിട്ടാണ് ശ്രീജിത്ത് വിളിക്കണത്, ശ്രീരാജ് വിളിക്കണത്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എന്തായാലും എത്തും, മുരുകൻ്റെ ഒരു അമ്പലത്തിൽ നടക്കുന്ന കാര്യമാണ്, എന്തായാലും എത്തിയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം ശ്രീരാജ് പറഞ്ഞ സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് പൊക്കോളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എത്തുമ്പോൾ രാത്രി 1:30 അവിടെ എത്തുമ്പോൾ 1:30 ഇപ്പോൾ വന്നപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്ന് ഒരാളെ കണ്ടപ്പോൾ ഞെട്ടി. ഡോക്ടർ, അദ്ദേഹത്തിന് എനിക്ക് വളരെയധികം നല്ലോണം അറിയാം, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഞാൻ താമസിക്കണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിന് സർപ്രൈസായി തോന്നി എനിക്കത്. അപ്പോൾ ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ LMRKയുടെ ഒരുപാട് മെമ്പേഴ്സ് ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരും അകലെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായത്, നിങ്ങളുടെ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതും. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് നന്ദി. അങ്ങ് തീരുമാനിച്ചാൽ മതി, എത്തിയിരിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിൽ. ഒരുപാട് നന്ദി എന്നോടുള്ള ക്ഷണത്തിന്. താങ്ക് യു. ഹലോ, ഞാൻ എലവന്തിട്ടയാണ്, ഒരു രാജൻ ശിവയോഗിയാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് പുനർജന്മത്തെക്കുറിച്ചാണ്. പുനർജന്മം 300 വർഷമോ 400 വർഷമോ അല്ലെ 1000മോ അല്ലെങ്കിൽ 5000മോ അങ്ങനെ വ്യത്യസ്തമായ കാലങ്ങൾ കഴിഞ്ഞാലും ആ പുനർജന്മം ഉണ്ടാകും. അങ്ങയുടെ അതിനെക്കുറിച്ചുള്ളൊരു അറിവ് കിട്ടാൻ താല്പര്യപ്പെടുന്നു. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് സത്യമായ ഉത്തരം എനിക്കറിയില്ല, സത്യം ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ചോദ്യമാണ്. ഓരോരുത്തരുടെ ആത്മാവിനും അവരുടെ പ്രവൃത്തികളും അവരുടെ കർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആണ് ഒരാളുടെ പുനർജന്മം വരിക. ഒരുപക്ഷെ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് പുനർജന്മം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് വർഷം തയ്യാറെടുത്ത് കഴിഞ്ഞ് മഹത്തായ ഒരു കാര്യത്തിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുനർജന്മം എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് വരിക, വർഷങ്ങളെടുത്ത് തയ്യാറായിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തികളനുസരിച്ചാണ്. പക്ഷെ അത് എത്ര വർഷം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മയാണ്. തീർച്ചയായും അറിയുന്നവരുണ്ടായിരിക്കും അതിനെ കുറിച്ചിട്ട്. എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ 10:30 തൊട്ട് 12:30 വരെയാണ് ഇതിനോട് സമയം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കണ കാര്യമല്ല, 1 മണിക്കൂർ മാക്സിമം നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 12:15 എന്തായാലും ഇത്ര നേരം നിങ്ങളിവിടെയൊക്കെ കാത്ത് ക്ഷമിച്ച് ഇരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, മുരുകവാൻ്റെ ഒരു അടിയാർ എന്നുള്ള ലെവലിൽ, ഒരു മുരുക ഭക്തൻ എന്നുള്ള ലെവലിൽ, ഒരു മുരുകവാൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെന്നുള്ള ലെവലിൽ എൻ്റെ LMRKയിലെ എൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ വിളിക്കുന്ന ഒരു പേരാണ് ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്, ഒരു ഗുരു എന്നല്ല വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ. ഒരു ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറെടുക്കപ്പെട്ട ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഈ രാഷ്ട്രത്തിനും ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഭാഗമായി തീരുന്നു എന്നുള്ള നിലയിൽ അറിയുമ്പോൾ ആ ദേശീയത ഉൾപ്പെട്ടിട്ടുള്ള ഭക്തി, നമ്മുടെ ഭാരതീയ ആത്മീയത ദേശീയതയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം, അതിനൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് മുന്നേറുമ്പോൾ ആ പൊസിഷനിലിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുരുക എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓം ശരവണ ഭവായ നമഃ എന്ന് 9 വട്ടം ദിവസം ജപിക്കുക. ഭഗവാന്റെ പടയാളികളായിട്ട് സ്വയം മാറുക. അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി
അത് കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി തയ്യാറാവുക. നിങ്ങളും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാം ഒതുങ്ങിയിരിക്കേണ്ട ആൾക്കാരല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരല്ല. കാരണം നമുക്കൊരുപാട് ഡ്യൂട്ടികൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ തകർക്കാൻ ഭഗവാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ഭാഗമായി തീരാൻ നമ്മളും തയ്യാറാവണമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഊർജ്ജം വഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മുരുകസേനയുടെ ഭാഗമാണെന്ന് മനസ്സിൽ നനയ്ക്കുക, തീരുമാനിക്കുക. ഓം ശരവണഭവായ നമഃ എന്ന് ജപിക്കുക. അപ്പൊ നമുക്ക് അമ്മ പറഞ്ഞ പോലെ ഒരുമിച്ച് പറയാം. ഓം ശരവണഭവായ നമഃ, 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 ഓം ശരവണഭവായ നമഃ. വെറ്റുവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധപാണിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പൈനാണ്ടവ. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഓം ശരണഭവായ നമഃ. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.